അപ്പം എന്തുകൊണ്ടാണ് മനസ്സിന് നിയന്ത്രണം വരാത്തത്? അതിനെക്കുറിച്ച് അർജുനനും ഭഗവാനും തമ്മിലുള്ള ഡിസ്കഷനാണ് നമുക്ക് വേണ്ടിയിട്ട്. പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് നിയന്ത്രണം വളരെ ആവശ്യമാണ്. പഠിക്കുമ്പോൾ മറ്റ് സബ്ജക്റ്റുകളിൽ ശ്രദ്ധിക്കാൻ പാടില്ല, മറ്റു കാര്യങ്ങളിൽ മനസ്സ് ചെലുത്താൻ പാടില്ല. അപ്പൊ അതിനുള്ള അന്തരീക്ഷം എങ്ങനെ ഉണ്ടാക്കണം? ആദ്യമായിട്ട് വെറുതെ നിനക്ക് മനസ്സിന് കോൺസെൻട്രേഷൻ ഇല്ല, നീ ശ്രദ്ധിക്കുന്നില്ല എന്ന് അവരെ പഴിചാരുന്നതിന് പകരം എന്തുകൊണ്ട് അവർക്ക് മനസ്സിന് കോൺസെൻട്രേഷൻ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവൻ പഠിക്കുന്നതിന് ശ്രദ്ധയില്ല എന്ന് പറയുന്നതോടൊപ്പം അല്ലെങ്കിൽ പറയുന്നതിലുപരി എന്തുകൊണ്ട് പഠിക്കുന്നതിന് ശ്രദ്ധയില്ലാതെ വരുന്നു എന്നുള്ള ആ റൂട്ട് കാസ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെയാണ് സൊല്യൂഷൻ വരേണ്ടത്. ആത്മീയമായ അന്തരീക്ഷം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം നൈമിഷികമായ ഭൗതിക കർമ്മങ്ങളിൽ മാത്രം വ്യാപൃതമാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ മാറുന്നു. ഇത് ഫസ്റ്റ് അനലൈസ് പോയിന്റ്. എപ്പോൾ നമ്മുടെ മനസ്സ് ഭഗവാനിൽ നിന്ന് വ്യതിചലിക്കുന്നുവോ അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരികയും നമ്മുടെ പ്രവർത്തനങ്ങളും മനസ്സും എല്ലാം ത്രിഭിർ ദേവീഹേഷ്യാത് ത്രിഭിർ ഗുണമയി മമമായ ദുരത്യയ. പ്രകൃതിയിലെ 3 ഗുണങ്ങളിൽ ചെന്ന് പെടുകയും ചെയ്യുന്നു. അപ്പൊ നമ്മള് 59 വായിച്ചു. വിഷയാവിനിവർത്തന്തെ നിരാഹാരസ്യ ദേഹിനഃ രസവർജം രസോ അപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതെ. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അടുത്ത ശ്ലോകത്തിലോട്ട് വരികയാണ്. യതതോ ഹ്യപി കൗന്ദേയ യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ ഹരന്തി പ്രസഭം മനഃ യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ശബ്ദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം. ശീല പ്രഭുപാദ കീ ജയ്. കൗന്ദേയ, ഹേ കുന്തിപുത്ര, യതത അഭി യത്നിക്കുന്നവനായാലും വിപച്ഛിത തിരിച്ചറിയാൻ കഴിവുള്ള പുരുഷസ്യ പുരുഷന്റെയും മനസ്സിനെ പ്രമാദീനി ശോഭകാരികളായ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ പ്രസഭം ബലാത്കാരേണ ഹരന്തിഹി കവർന്നെടുക്കുക തന്നെ ചെയ്യും. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണെ വലിച്ചു നീക്കും.
ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. സുസീം പ്രഭു വായിച്ചു. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഹരേ കൃഷ്ണ. ശ്ലോകം നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം 60-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ വായിക്കുന്നത്. 60ഉം 61എങ്കിലും നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് കവർ ചെയ്യണം. അതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റ് അധ്യായങ്ങളിൽ 2 ശ്ലോകമെങ്കിലും വായിക്കണം. അതിന് കണക്റ്റഡ് ആയിട്ടുള്ള ഭാഗവതത്തിൽ 1 ശ്ലോകമെങ്കിലും വായിക്കണം. പ്രസീത മാതാജി വായിച്ചോളൂ. മ്യൂട്ടാണ്. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. രാജീവ് പ്രഭു. ശ്രീ ഭഗവാനുവാച യതതോ ഹൈപ്യ കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. വായിച്ചോളൂ നന്നു. കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. മാതാജി മ്യൂട്ടാക്കണ്ട. വായിച്ചിരുന്നോ? രാജീവ് പ്രഭു വായിച്ചോ? ഓക്കെ. ചേട്ടൻ വായിച്ചില്ല. യതതോ ഹി അപി കൗന്ദേയ ചേട്ടാ വായിച്ചോളൂ. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിഭജിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ചേച്ചി. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ശ്ലോകം വായിക്കാം. ഒരുമിച്ച് 1 2 3 4. യതതോ ഹി അപി കൗന്ദേയ പുരുഷസ്യ വിപശ്ചിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മനഃ. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ്. അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. ജയപ്രകാശ് പ്രഭു ഭാവാർത്ഥം. ജ്ഞാനികളായ ഋഷികൾ, തത്വചിന്തകർ, അതീന്ദ്രിയവാദികൾ
എന്നിങ്ങനെ പലരും ഇന്ദ്രിയ ജയത്തിനായി യത്നിക്കുന്നുണ്ട്. ആ പ്രയത്നങ്ങളെല്ലാം ഇരുന്നിട്ടും അവരിൽ ഉത്തമന്മാർ പോലും മനോവിക്ഷോഭം മൂലം ഇന്ദ്രിയ സുഖഭോഗങ്ങൾക്ക് ചിലപ്പോൾ അടിമയാകുന്നു. മഹർഷിയും വിശിഷ്ടയോഗിയുമായിരുന്ന വിശ്വാമിത്രനും യോഗ പരിശീലനം കൊണ്ടും കർക്കശ തപശ്ചര്യ കൊണ്ടും ഇന്ദ്രിയ ജയത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കെ തന്നെ മേനകയാൽ വഴിപിഴപ്പിക്കപ്പെട്ടു. ലോകചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഒട്ടേറെയുണ്ട്. പൂർണ്ണമായും കൃഷ്ണാവബോധം മുദിച്ചല്ലാതെ ഇന്ദ്രിയ നിയന്ത്രണങ്ങൾ ലഭിക്കില്ല. മനസ്സ് കൃഷ്ണനിൽ ഉറപ്പിക്കാതെ ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറാനും സാധിക്കില്ല. ഒരു മഹാഭക്തനും തപസ്വിയുമായ ശ്രീ യമുനാചാര്യന്റെ വാക്കുകൾ ഇതിന് ഉദാഹരണമാണ്. യദവതി മമ ഛേദ കൃഷ്ണപദാരവിന്ദേ നവനവരസദാമന്യുദ്യതം രന്തുമാസീത് തദവതി ബദ നാരീ സംഘമേ സ്മരണ്യമാനേ ഭവതി മുഖവികാര സുഷ്ടു നിഷ്ഠീവനം ച. ഭഗവാൻ കൃഷ്ണന്റെ പാതാരവിന്ദ സേവനത്തിൽ എന്റെ മനസ്സ് ഉത്സുകമായതിനു ശേഷം അങ്ങനെ നിത്യനൂതനമായ ഒരു അതീന്ദ്രിയ സ്ഥിതി എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയ ശേഷം ഒരു സ്ത്രീയുമായുള്ള സംഭോഗത്തെ പറ്റി ചിന്തിക്കുമ്പോഴേക്കും എനിക്ക് വിരക്തി തോന്നുന്നു. ഞാൻ ചിന്തയെ പോലും പുച്ഛിച്ചു പോകുന്നു. അത്രമേൽ ദിവ്യമായ ഒരു വിശിഷ്ടാനുഭൂതി അത്രേ കൃഷ്ണാവബോധം. ഭൗതിക ഭോഗങ്ങൾ അതിനു മുമ്പിൽ അനാസ്വാദ്യങ്ങളാണ്. വിശക്കുന്ന ഒരാൾക്ക് പോഷകങ്ങളായ ഭക്ഷ്യപദാർത്ഥങ്ങൾ വേണ്ടുവോളം ആസ്വദിച്ചാൽ ഉണ്ടാകുന്നത് പോലെ ഒരനുഭവമാണത്. കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്ന അംബരീഷ മഹാരാജാവ് ദുർവാസു മഹർഷിയെ പരാജീതനാക്കിയല്ലോ. മനകൃഷ്ണപാദാരവിന്ദ് വാചാംശി വൈകുണ്ഠാനുവർണ്ണേന. കൃഷ്ണ. ആ ശ്ലോകം വീണ്ടും അടുത്ത ശ്ലോകം വായിക്കുമ്പോഴത്തേന് പ്രഭുപാദര് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് അവിടെ നിൽക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തവയും കരുത്തുള്ളവയുമാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നിൽക്കുന്നു. വീണ്ടും പറയുന്നു, വിശ്വാമിത്ര മഹർഷി പോലും എത്രയോ വർഷങ്ങൾ തപസ് അനുഷ്ഠിച്ചു ഇന്ദ്രിയ പട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ ദേവലോകത്ത് നിന്ന് ഇന്ദ്രൻ അപ്സരസുകളെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ നൃത്തം ചവിട്ടി ആ ചിൽ 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 ശബ്ദം കേട്ടിട്ട് അവിടെ മയങ്ങി വീണു. ഈ ചിൽ ചിൽ ശബ്ദത്തിന് വളരെ മാഗ്നറ്റിക് പവറാണ്. ഇവിടെയാണ് ഭാഗവതവും ഭഗവത്ഗീതയും മറ്റു ഉപനിഷത്തുക്കളും വേദങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മറ്റ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും ഫിലോസഫികൾ തരുന്നുണ്ട്, പക്ഷേ ഒരാളുടെ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് ആ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ കൃഷ്ണാവബോധം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അത് നമ്മൾ ഹരിദാസ് ഠാക്കൂറിനോട് നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അത് പരാജയപ്പെട്ടത് വിശ്വാമിത്ര മഹർഷി ഉദാഹരണത്തിന് എടുക്കാം. വില്യമംഗലം ഠാക്കൂറിനെ ഉദാഹരണത്തിൽ എടുത്തുകൊണ്ട് വീണ്ടും വില്യമംഗലം ഠാക്കൂറിനെ തന്നെ കൃഷ്ണാവബോധത്തിൽ എത്തിയിട്ട് എങ്ങനെ മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റി എന്നുള്ള ഉദാഹരണത്തിന് എടുക്കാം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കഥകളായതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാറ്. പക്ഷേ ഒരു കഥാപാത്രത്തെ പുതിയതായിട്ട് പറയുകയാണ്, ജമിനി മഹർഷി. ജമിനി മഹർഷിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ വ്യാസമഹർഷിയുടെ ശിഷ്യനായിരുന്നു ജമിനി മഹർഷി. ഒന്ന് സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. എന്ത് മഹർഷിയാ പ്രഭു? ജമിനി മഹർഷി. ജമിനി മഹർഷി അതെ വ്യാസമഹർഷിയുടെ ശിഷ്യനായിരുന്നു ജമിനി മഹർഷി. താങ്ക് യു. ജമിനി മഹർഷി. ജമിനി മഹർഷിയും ഇതേപോലെ നല്ല വേദങ്ങളെല്ലാം പഠിച്ച് നല്ല സൂപ്പറായിട്ട് വന്നിരിക്കുന്ന സമയം, മനസ്സിനെ നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റിയ ആ ഒരു പക്വതയിൽ എത്തിയ സമയം, ഒരു ദിവസം
പുറത്ത് നല്ല മഴ. രാത്രി സമയം ഒരു സ്ത്രീ ജമിനി മഹർഷിയുടെ വീട്ടിൽ വാതിലിൽ മുട്ടുന്നു. ജമിനി മഹർഷി വാതിൽ തുറന്നു. നനഞ്ഞു വന്ന ആ സ്ത്രീയെ കാണുന്നു. ജമിനി മഹർഷിയോട് അഭ്യർത്ഥിക്കുന്നു, എനിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ വയ്യ, കുറ്റാക്കൂരിട്ട് പോരെങ്കിൽ മഴയും. ഈ രാത്രി തങ്ങാൻ അങ്ങ് എന്നെ അനുവദിക്കണം. ജമിനി മഹർഷി അവരെ താമസിക്കാനുള്ള അനുമതി കൊടുത്തു, മുറി കാണിച്ചു കൊടുത്തു. എന്നിട്ട് ജമിനി മഹർഷി ഒരു വാർണിംഗ് മെസ്സേജും കൂടെ കൊടുത്തു. വാതിൽ ലോക്ക് ചെയ്യുക, ആര് വിളിച്ചാലും നേരം വെളുക്കുന്നത് വരെ വാതിൽ തുറക്കാൻ പാടില്ല. ഈ ഞാനാണ് വിളിക്കുന്നെങ്കിലും ജമിനി മഹർഷിയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ പോലും വാതിൽ തുറക്കരുത് എന്ന് പറഞ്ഞു. സമ്മതിച്ചു. രാത്രിയുടെ യാമങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. ജമിനി മഹർഷിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. മനസ്സ് എവിടെയൊക്കെയോ വിഹരിച്ചു. ആ മനസ്സിന്റെ വിഹാരത്തിന്റെ ഒടുവിൽ ആ സ്ത്രീയുടെ താമസിക്കുന്ന മുറിയുടെ മുന്നിലെ വാതിലിലെത്തി വാതിലിൽ മുട്ടി. ആ സ്ത്രീ വിളിച്ചു പറഞ്ഞു, ജമിനി മഹർഷി എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരം വെളുക്കുന്നത് വരെ വാതിൽ തുറക്കാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ വാതിൽ തുറക്കില്ല. ജമിനി മഹർഷി പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ്, ജമിനി മഹർഷിയാണ്, നിങ്ങൾ വാതിൽ തുറക്കൂ. അപ്പോൾ ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, ജമിനി മഹർഷി ആണെങ്കിൽ പോലും വാതിൽ തുറക്കരുത് എന്ന് കൃത്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാതിൽ തുറക്കില്ല. നിരന്തരമായ മുട്ടലും വിളിയും സമ്മർദ്ദവും കാരണം അവസാനം ആ സ്ത്രീ വാതിൽ തുറന്നു. ഒരേ ഒരു നിമിഷം മാത്രമാണ് ജമിനി മഹർഷി ആ സ്ത്രീയെ കണ്ടിരുന്നത്. ഒരു മിന്നലിന്റെ പ്രകാശത്തിൽ നനഞ്ഞൊലിച്ച് നിൽക്കുന്ന ആ സ്ത്രീയുടെ രൂപം അത്രയേ കണ്ടുള്ളൂ. പക്ഷേ ആ ദിവസം ജമിനി മഹർഷിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. വേദങ്ങളിൽ എത്രയോ വലിയ പണ്ഡിതൻ, എത്രയോ ജ്ഞാനമുള്ളത്, ആത്മീയമായി എത്രയോ വലിയ ജ്ഞാനമുള്ള മുനി അവസാനം ആ സ്ത്രീയോട് ആവശ്യപ്പെട്ടു, ഞാൻ ഭവതിയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ആ സ്ത്രീ അന്താളിച്ചു. ആ സ്ത്രീ പറഞ്ഞു, ഞാനൊരു വ്രതം എടുത്തിട്ടുണ്ട്, ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലേക്ക് എന്നെ 4 കാലിൽ ആരാണോ ചുമന്നുകൊണ്ടു പോകുന്നത് അവരെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് എന്ന്. ആ രാത്രിയിൽ ആ മഹാനായ മഹർഷി അതിന് സമ്മതിച്ചു. അതിനെന്താ, അത് വളരെ നിസാരമാണ്, ഞാൻ നിന്നെ എന്റെ 4 കാലിൽ നിന്നെ ചുമന്നുകൊണ്ടു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ജമിനി മഹർഷി മുട്ടുകാലിൽ ഇഴഞ്ഞ് ഈ സ്ത്രീയെ ചുമലിൽ വെച്ച് ആ 3 കിലോമീറ്റർ നീളം ആ ക്ഷേത്രത്തിൽ നടന്നുപോയി. മുട്ടുകളെല്ലാം പൊട്ടി, ചോരയൊഴുകി. ആ നീറ്റലുകളൊന്നും ജമിനി മഹർഷി അറിഞ്ഞില്ല. അവസാനം ക്ഷേത്രത്തിന് മുന്നിലെത്തി. ഈ സ്ത്രീ ചുമലിൽ നിന്നിറങ്ങി. അദ്ദേഹം ആ സ്ത്രീയെ നോക്കി. സാക്ഷാൽ വ്യാസമഹർഷി അവിടെ നിൽക്കുന്നു. അദ്ദേഹം വളരെ ലജ്ജിതനായി. അദ്ദേഹത്തിന്റെ വ്യാസമഹർഷിയുടെ പാതാരബിന്ദങ്ങളിൽ വീണു.
വ്യാസമഹർഷി തന്നെയായിരുന്നു ഈ സ്ത്രീയായിട്ട് വന്നത്. അത്രയും പ്രയാസമാണ് പ്രത്യേകിച്ച് ഈ കലിയുഗത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ. അതിന് പ്രധാന ശരിയായ സൊല്യൂഷൻ, പരിഹാരം എന്ന് പറയുന്നത് കൃഷ്ണ അവബോധമല്ലാതെ മറ്റൊന്നും തന്നെയില്ല. അവിടെയാണ് ഹരിദാസ് താക്കൂർ വിജയിച്ചത്. വേറെ എന്തു തത്വചിന്തകൾ പറഞ്ഞു കഴിഞ്ഞാലും, വേറെ എത്ര വേദങ്ങൾ വായിച്ചു കഴിഞ്ഞാലും, എത്ര ഉപനിഷത്തുക്കൾ വായിച്ചു കഴിഞ്ഞാലും ഒരിക്കലും മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അർജുനനോട് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അർജുന, മനസ്സ് കാറ്റിനേക്കാൾ വേഗതയുള്ളതാണ്, പിടിച്ചു നിർത്താൻ വളരെ പ്രയാസമാണ്. അവിടെയാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ആ സീക്രട്ട് ലൈക്ക് നമുക്ക് വരുന്നത്. എങ്ങനെയോ എവിടെയോ ജമിനി മഹർഷിക്കും അത് പിടികൂടി. അവിടെ ജമിനി മഹർഷി അതോടുകൂടി പൂർണ്ണമായും ശരണാഗതി പ്രാപിക്കുകയും കൃഷ്ണാവബോധം എടുക്കുകയും ചെയ്യുകയാണ്. അടുത്ത ശ്ലോകത്തിലൂടെ ഇത് വളരെ മനോഹരമായി, ഞാൻ എപ്പോഴും പറയാറുണ്ട്, വളരെ മനോഹരമായിട്ട് ആ വിഷയസുഖങ്ങളെ പറ്റി പറയുന്നൊരു ഖണ്ഡകാവ്യമാണ് കുമാരനാശാന്റെ വാസവദത്ത. അത് വായിച്ചാൽ കൊള്ളാം, വളരെ രസകരം, വളരെ മനോഹരമായിട്ടാണ് അത് കുമാരനാശൻ വർണ്ണിച്ചിരിക്കുന്നത്. ഉപഗുപ്തൻ അതിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത്. എത്രയോ പ്രാവശ്യം വാസവദത്ത വിളിക്കുന്നു, ഉപഗുപ്തൻ അതിൽ നിന്നെല്ലാം വിജയിക്കുന്നു. അടുത്ത ശ്ലോകത്തിലോട്ട് നമുക്ക് പോകാം. താനി സർവാണി സംയമ്യ, താനി സർവാണി സംയമ്യ, താനി സർവാണി സംയമ്യ, താനി സർവാണി സംയമ്യ, യുക്ത ആസീത മത്പതഃ, യുക്ത ആസീത മത്പരഃ, യുക്തമാസീത മത്പരഃ, യുക്തമാസീത മത്പരഃ. താനി സർവാണി സംയമ്യ, താനി സർവാണി സംയമ്യ, താനി സർവാണി സംയമ്യ, താനി സർവാണി സംയമ്യ, യുക്ത ആസീത മത്പരഃ, യുക്ത ആസീത മത്പരഃ. വശേഹി യസ്യേന്ദ്രിയാണി, വശേ ഹി യസ്യേന്ദ്രിയാണി, വശേഹി യസ്യേന്ദ്രിയാണി, വശേഹി യസ്യേന്ദ്രിയാണി തസ്യ, വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ. ജയപ്രകാശ് പ്രഭു, വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത എന്നല്ലേ? അതെ, തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ, സംയമ്യ, യുക്ത ആസീത മത്പരഃ, യുക്ത ആസീത മത്പരഃ, വശേഹി യസ്യേന്ദ്രിയാണി, വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ശബ്ദാർത്ഥം, വിവർത്തനം, ഭാവാർത്ഥം. ശീലപ്രഭുപാദ കി ജയ്. താനി, ആ മുമ്പ് പറഞ്ഞ, സർവാണി ഇന്ദ്രിയാണി, സർവേന്ദ്രിയങ്ങളെയും സംയമ്യ, സംയമിച്ചിട്ട് അടക്കിയിട്ട്, മത്പരഹ, എന്നിൽ മനസ്സൂമി, യുക്തഹ, യുക്തനായ, ആസീത, സ്ഥിതി ചെയ്യണം, ഹി, എന്തെന്നാൽ, യസ്യ, യാതൊരുത്തന്, ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങൾ, വശേ, വശത്തിൽ, വർത്തന്തേ, വർത്തിക്കുന്നു, തസ്യ, അവന്റെ, പ്രജ്ഞ, ബുദ്ധി, ബോധാവസ്ഥ, പ്രതിഷ്ഠിത, സ്ഥിരയാണ്. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. താനി സർവാണി സംയമ്യ,
താനി താനി സർവാണി സർവാണി സംയമ്യ സംയമ്യ യുക്ത ആസീത മത്പരഃ യുക്ത യുക്ത ആസീത മത്പരഃ മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി വശേഹി വശേഹി യസ്യേന്ദ്രിയാണി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. പ്രതിഷ്ഠിത. സുരേഷ് ഗോപി പ്രഭു പറഞ്ഞു. ഭാവാർത്ഥം അല്ലേ? അല്ല, ശ്ലോകം. ശ്ലോകം. ഓക്കെ. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വിപിൻ പ്രഭു. तानि सर्वाणि संयम्य युक्त आसीत मत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. വെരി ഗുഡ്. तानि सर्वाणि संयम्य युक्त आसीद मत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. നിവേദ്. तानि सर्वाणि संयम्य युक्त आसीत मत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. വെരി ഗുഡ്. സിമ്മി. तानि सर्वाणि संयम्य युक्तासित मत्परः वसे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. വെരി ഗുഡ്. അനവദ്യ. तानि सर्वाणि संयम्य युक्त आसीद मत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. വെരി ഗുഡ്. तानि सर्वाणि संयम्य आसीद मत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. വെരി ഗുഡ്. വിദ്യാജി. तानि सर्वाणि संयम्य युक्त आसीद मत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. താനി സർവാണി സംയമ്യ. നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേ യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അമൃതമാലാജി വായിച്ചില്ലായിരുന്നല്ലേ? ആ, വായിച്ചോളൂ. तानि सर्वाणि संयम्य युक्त आसीद मत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. तानि सर्वाणि संयम्य युक्त आसीद मत्परः वशे हि यस्येन्द्रियाणि तस्य प्रज्ञा प्रतिष्ठिता. ഇതിന്റെ ഭാവാർത്ഥം രാജീവ് പ്രഭു വായിക്കും. ഭാവാർത്ഥം പ്രഭു കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. യെസ്. ഭാവാർത്ഥം: യോഗത്തിന്റെ പരമകാഷ്ഠയാണ് കൃഷ്ണാബോധമെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. കൃഷ്ണാബോധമില്ല എങ്കിൽ ഇന്ദ്രിയ ജയം സാധ്യമല്ല. മുൻപറഞ്ഞ മഹർഷി ദുർവാസാവ് അംബരീഷ മഹാരാജാവുമായി വഴക്കിടുകയും അഹങ്കാരത്തിൽ അനാവശ്യമായി കോപിക്കുകയും ചെയ്തു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മറിച്ച് രാജാവാകട്ടെ ദുർവാസാവിനെ പോലെ ഒരു ശക്തനായ യോഗിയല്ലെങ്കിലും ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹം മഹർഷിയുടെ ദുർനയങ്ങളെ മൗനമായി സഹിക്കുകയായിരുന്നു ഉണ്ടായത്.
അതുകൊണ്ട് അംബരീഷ മഹാരാജാവ് വിജയിയായി. ആ രാജാവിന് ഇന്ദ്രിയ സംയമനം സാധിച്ചത് ഭാഗവതത്തിൽ 9.4.18 പ്രതിപാദിക്കപ്പെട്ട താഴെ ചേർക്കുന്ന ഗുണങ്ങളുണ്ടായിരുന്നതിലാണ്. പ്രഭു പറയൂ. സവൈമന കൃഷ്ണ പദാരവിന്ദയോ വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോ ഹരേർമന്ദിരമാർജിനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോതയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശോ തത്പൃത്തഗാത്രാസ്പർശേ അംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത്തുളസ്യാരസനാം തദർപ്പിതേ പാദോ ഹരേ ക്ഷേത്ര പാദാനുസർപ്പണേ ശിരോ ഋഷികേശ പാദാഭിവന്ദനേ കാമം ച ദാസ്യേന തു കാമകാമ്യയാ. അംബരീഷ മഹാരാജാവ് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാദാര വിന്ദങ്ങളിൽ അർപ്പിച്ചു. ഭഗവദ്ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും കൃഷ്ണന്റെ ക്ഷേത്രം ശുചീകരിക്കുന്നതിൽ കൈകളും ഭഗവത് കഥാശ്രവണത്തിൽ കർണങ്ങളും തദ്രുപ ദർശനത്തിൽ കണ്ണുകളും ഭക്തന്മാരുടെ ശരീര സ്പർശനത്തിൽ സ്വദേഹവും തൃപ്പാദാർച്ചനയ്ക്കുപയോഗിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിൽ നാസികയും ഭഗവാനെ അർപ്പിച്ച തുളസി ദളങ്ങളാസ്വദിക്കുന്നതിനാൽ രസനയും ഏർപ്പെട്ടു. കൃഷ്ണക്ഷേത്രങ്ങൾക്കുള്ള ദേശങ്ങളിലേക്ക് രാജാവിന്റെ കാലുകൾ നീങ്ങി ശിരസ് ഭഗവാനെ പ്രണമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം കൃഷ്ണന്റെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിന് മത്പര ഭക്തനാകാൻ യോഗ്യത നേടിക്കൊടുത്തു. മത്പര എന്ന വാക്കിന് ഇവിടെ അർത്ഥം ഔചിത്യമുണ്ട്. എങ്ങനെ ഒരാൾക്ക് മത്പരനായി തീരാം എന്നതിൽ ഒരു ഉത്തമ ഉദാഹരണമാണത്രേ അംബരീഷന്റെ ജീവിതം. മത്പര ശൃംഖലയിൽ ശ്രീല ബലദേവ വ്യാഭൂഷൺ എന്ന പണ്ഡിത ആചാര്യൻ പറഞ്ഞിരിക്കുന്നു: മത്ഭക്തി പ്രഭാവേന സർവേന്ദ്രിയ വിജയപൂർവിക സ്വാത്മാദൃഷ്ടി സുലഭോതി ഭാവ കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങളെ സമ്പൂർണമായി ശക്തി ഉണ്ടാകും. അഗ്നിയെയും ഒരു ഉദാഹരണമായി പറയാറുണ്ട്. ആളിക്കത്തുന്ന തീനാളങ്ങൾ മുറിക്കുള്ളിൽ എന്തും ദഹിപ്പിക്കുന്നത് പോലെ യോഗിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ സർവ മാലിന്യങ്ങളെയും ഭസ്മീകരിക്കുന്നു. യോഗസൂത്രം നിർദ്ദേശിക്കുന്നതും വിഷ്ണുവിനെ ധ്യാനിക്കണം എന്നാണ്. ശൂന്യതയല്ല, വിഷ്ണുമൂർത്തിയെ അല്ലാതെ ധ്യാനിക്കുന്ന നാമമാത്ര യോഗികൾ സാങ്കല്പിക പ്രതിഭാസങ്ങളെ ആരാഞ്ഞ് സമയം പാഴാക്കുകയാണ്. നമ്മൾ കൃഷ്ണാവബോധമുള്ളവരാവണം, ഭഗവത് ഭക്തരാവണം. അതാണ് യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം. യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം വിഷ്ണുമൂർത്തിയെ അല്ലാതെ ധ്യാനിക്കുന്ന നാമമാത്ര യോഗികൾ സാങ്കല്പിക പ്രതിഭാസങ്ങളെ ആരാഞ്ഞ് സമയം പാഴാക്കുകയാണ്. കാര്യം നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ സ്വഭാവത്തെ മോൾഡ് ചെയ്ത് ആ 3 ഗുണങ്ങളിൽ നിന്ന് ഉപരിയായി വിശുദ്ധ സത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 3 ഗുണങ്ങൾക്ക് ഉദാഹരണമായ ഒരു തടിയെ നമ്മൾ എടുക്കാം. ആ ഒരു തടി തമോ ഗുണത്തിലാണ്. പക്ഷേ ആ തടിയിൽ സാത്വിക ഗുണത്തിന് ഒരു ഭാവം കൂടിയുണ്ട്. വിറക്, ഉദ്ദേശിച്ചത് വിറകുന്നുണ്ടോ? ആ വിറകിനെ നമ്മൾ കത്തിക്കുമ്പോൾ ആദ്യം പുക വരും, രാജസീയ ഗുണത്തിലേക്ക് കൺവെർട്ട് ചെയ്യുന്നു. അത് അഗ്നിനാളമായിട്ട് മാറുമ്പോൾ പവിത്രീകരണം ഉണ്ടാകുന്നു, അവിടെ സാത്വിക സ്വഭാവമായിട്ട് മാറുന്നു. ഒരു വിറകിനെ എങ്ങനെ തമോ ഗുണത്തിൽ നിന്ന് രാജസീയ ഗുണത്തിലേക്കും രാജസീയ ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിലേക്കും കൺവെർട്ട് ചെയ്യുന്നു എന്ന പോലെ
വിറകാകുന്ന ഈ ശരീരത്തെ ജ്വലിപ്പിച്ച് ആത്മീയമതയായിട്ട് ആ അഗ്നിയായിട്ട് മാറിക്കഴിയുമ്പോൾ, കൃഷ്ണ അവബോധത്തിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു. അതുവരെയുള്ള ഈ പ്രക്രിയയാണ് ഭക്തിയുത സേവനം, ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇവിടെ അംബരീഷ മഹാരാജാവ് പറയുന്നുണ്ട്, സവൈ മനകൃഷ്ണ പദാരവിന്ദയു വചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരു ഹരേർ മന്ദിരമാധിനാദിഷു സുദിംശകാരാച്ചു സത്കഥോദയെ മുകുന്ദലിംഗാലയ ദർശനേ ദൃശു തത്പൃത്യഗാത്രസ്പർശേ അംഗസംഗമം ക്രാണഞ്ച തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യ രസനാമൃതർപ്പിതേ പാദോ ഹരേ ക്ഷേത്ര പാദാനുസ്പർശനെ ശിരോ ഹൃഷികേശ പാദാഭിവന്ദനെ കാമഞ്ച ദാസ്യേ നതു കാമകാമിയെ. എന്റെ ശരീരത്തിന്റെ ഓരോ അംഗങ്ങളും ഭഗവാന്റെ സേവനത്തിൽ മുഴുകണമേ. എന്റെ മൂക്ക് ഭഗവാൻ അർപ്പിച്ചിരിക്കുന്ന പുഷ്പങ്ങൾ മണക്കാൻ വിനിയോഗിക്കണം. എന്റെ കരങ്ങൾ ഭഗവാന്റെ സേവകളിൽ ഏർപ്പെടണം, ക്ഷേത്രം ശുദ്ധീകരിക്കാൻ ഏർപ്പെടണം. എന്റെ പാദങ്ങൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടുള്ള പാതയിലൂടെ ആയിരിക്കണം. ഇങ്ങനെ എന്റെ ഓരോ അംഗങ്ങളും ഭഗവാനെ വിളിക്കാനും ഭഗവാനെ സ്മരിക്കാനും ഉപയോഗപ്പെടണം. അംബരീഷ മഹാരാജാവ് പറയുന്നു. അതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ അംശവും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് വേണ്ടിയിട്ട് മാറി നിൽക്കണം. വീണ്ടും ആ ശ്ലോകത്തിന്റെ പ്രസക്തി വരുന്നു. യത്കരോഷിയതസ്നാസി യജ്ജുഘോഷിയദാസിയത് യത്തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമതർപ്പണം. നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ, അത് തീർച്ചയായിട്ടും അത് എനിക്ക് വേണ്ടി ചെയ്യുക, എന്നെ സമർപ്പിച്ച് ചെയ്യുക. വിശ്വാമിത്ര മഹർഷിയുടെ മറ്റൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ പോവുകയാണ്. നമ്മൾ രാമായണത്തിലൂടെ പോയി കഴിഞ്ഞാൽ രാമലക്ഷ്മണന്മാരുടെ ആയോധന വിദ്യയും അസ്ത്രവും ശസ്ത്രവും ശാസ്ത്രവും എല്ലാം പഠിച്ച് യൗവനയുക്തരായി കഴിയുമ്പോൾ വിശ്വാമിത്ര മഹർഷി അവിടെ വരുന്നുണ്ട്. ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അങ്ങ് വന്നതിന്റെ ഉദ്ദേശം വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട്. ഞാൻ വലിയൊരു യജ്ഞം ചെയ്യാൻ പോവുകയാണ്. ഞാൻ യജ്ഞം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഹോമകുണ്ടങ്ങൾ അശുദ്ധീകരിക്കപ്പെടാൻ രണ്ട് അസുരന്മാർ, രണ്ട് രാക്ഷസന്മാർ അവിടെ വരുന്നുണ്ട്. താടകയിലെ രണ്ട് മക്കൾ സുബാഹുവും മരീചൻ. അതുകൊണ്ട് അവരെ ഇല്ലാതാക്കാൻ, എന്റെ യജ്ഞം വിജയിക്കാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മക്കളെ രാമലക്ഷ്മണന്മാരെ എന്റെ കൂടെ പറഞ്ഞു വിടണം എന്ന് പറയും. എങ്ങനെയാണ് അവിടെ അശുദ്ധമാക്കുന്നത്? വിശ്വാമിത്ര മഹാരാജാവ് എപ്പോൾ യജ്ഞം ആരംഭിക്കുന്നുവോ ആ ഹോമകുണ്ടത്തിലേക്ക് മാംസവും ചോരയും കൊണ്ടിടുകയാണ് പതിവ്. മനസ്സിലാക്കണം, ജീവിതത്തിലെ ശുദ്ധിയും അശുദ്ധിയും എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഓരോ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധമാകണമെന്നുണ്ടെങ്കിൽ ഭക്തിയുത സേവനത്തിലൂടെ പോവുകയും ഭഗവാന് സമർപ്പിതമായി യത് കരോഷ്യതസ്നാസി യജ്ജുഘോഷ്യദാസിയത് യത്തപസ്യസ്യ കൗന്ദേയ തത്പുരുഷമതർപ്പണം. നീ എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ, നീ എന്ത് ദാനം ചെയ്യുന്നുവോ, നീ എന്ത് ഭക്ഷിക്കുന്നുവോ അതെനിക്ക് വേണ്ടി ചെയ്യണം. ഭഗവത്ഗീതയിലെ അതിന്റെ കണ്ടിന്യൂഷൻ പോയിന്റ് ആയിട്ടുള്ളത് ജയപ്രകാശ് പ്രഭു 5-ാമത്തെ അധ്യായത്തിൽ 22-23 ശ്ലോകം എടുക്കുക. ഇരുപത്തിരണ്ടാമത്തെ വായിച്ചോളൂ.
ये हि संस्पर्शजा भोगा दुःखयोनय एव ते आद्यन्तवन्त कौन्तेय न तेषु रमते बुधः. വിവർത്തനം. ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുമായുള്ള ബന്ധം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുന്നില്ല. വിവർത്തനം കൂടെ. വിവർത്തനം പറഞ്ഞപ്പോ അഭാവാർത്ഥം, അതിന്റെ പ്രിന്റ് മിസ്റ്റേക്ക്, അഭാവാർത്ഥം വായിച്ചോളൂ. നമ്മളിത് വായിച്ചതല്ലേ? ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് നമ്മളിത് വായിച്ചതല്ലേ? വായിച്ചു. അന്ന് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്തു, വിവർത്തനം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു. ഓക്കെ, അടുത്ത 23ാമത്തെ ശ്ലോകം വായിച്ചോളൂ. ശക്നോതി ഹൈവ യസോടും പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സഗീനരഃ. ഇത് വായിച്ചതാ. അതും വായിച്ചു. ഓക്കെ, എന്നാലും വായിച്ചോളൂ. വിവർത്തനം വായിച്ചോളൂ. ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. നേരെ പോട്ടെ, 6ാമത്തെ അധ്യായത്തിൽ 26ാമത്തെ ശ്ലോകം എടുത്തു. പ്രഭു തന്നെ വായിച്ചോളൂ. 26, 27, 28. യതോ യതോ നിശ്ചലതി മനശ്ചഞ്ചലമസ്ഥിരം തതസ്തഥോ നിയമൈഥ്യം മൈഥം നോ നിയതൈമ്യതം തതസ്തഥോ നിയമയതം ആത്മാന്യേവ വശം നയേത്. അതിന്റെ വിവർത്തനം. സ്വഭാവേന ചപലവും ചഞ്ചലവുമായ മനസ്സ് എവിടെയൊക്കെയോ അലഞ്ഞു നടക്കുന്നുവോ അവിടെ നിന്നെല്ലാം പിൻവലിച്ച് അതിനെ ആത്മാവിന് അധീനമാക്കിക്കൊള്ളണം. അതിന്റെ ഭാവാർത്ഥം കൂടെ. ഒരിടത്തും ഉറയ്ക്കാത്തതും ഇളകിക്കൊണ്ടേയിരിക്കുന്നതുമാണ് മനസ്സ്. എന്നാൽ ആത്മജ്ഞാനം നേടിയ യോഗി മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സ് അയാളെ നിയന്ത്രിക്കരുത്. മനസ്സിനെയും അതുവഴി ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ആളാണ് ഗോസ്വാമി അഥവാ സ്വാമി. മനസ്സിന് കീഴടങ്ങുന്നവനാവട്ടെ ഗോദാസൻ, ഇന്ദ്രിയങ്ങളുടെ ദാസൻ തന്നെ. വിഷയസുഖത്തിന്റെ നിലവാരം എന്തെന്ന് ഗോസ്വാമിക്ക് അറിയാം. ദിവ്യമായ ഇന്ദ്രിയാനന്ദത്തിൽ ഇന്ദ്രിയങ്ങൾ ഋഷികേശനായ, ഇന്ദ്രിയങ്ങളുടെ നാഥനായ കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. വിശുദ്ധിയാർന്ന ഇന്ദ്രിയങ്ങളാൽ കൃഷ്ണനെ സേവിക്കുന്നതിനെ കൃഷ്ണാവബോധം എന്ന് പറയുന്നു. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിക്കാനുള്ള വഴിയാണത്. എന്തിനധികം യോഗ പരിശീലനത്തിന്റെ പരമകാഷ്ഠയും അതുതന്നെ. അടുത്ത ശ്ലോകം കൂടെ. പ്രശാന്ത മനസം ഹ്യേനം യോഗിനം സുഖമുത്തമം ഉപായിതി ശാന്തരജസം ബ്രഹ്മഭൂതമകൽമഷം. വിവർത്തനം. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ച യോഗി അതീന്ദ്രിയാനന്ദത്തിന്റെ പരമകാഷ്ഠയിലെത്തുന്നു. അയാൾ രജോ ഗുണത്തിന് അതീതനാണ്. താൻ പരമപുരുഷനുമായി ഗുണത്തിൽ ഒന്നാണെന്ന് മനസ്സിലാക്കുന്നതിനാൽ പൂർവകർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്നും മുക്തനുമാണ്. ബ്രഹ്മഭൂതം എന്ന വാക്ക് ഭൗതികമായ മാലിന്യങ്ങൾ ഒഴിഞ്ഞ് ഇന്ദ്രിയാതീതമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നത് അത്രേ. മദ്ഭക്തിം ലഭതേ പരാം. ഭഗവാന്റെ ചരണാരവിന്ദങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കാത്ത ഒരാൾക്ക് ബ്രഹ്മത്തിന്റെ ഗുണത്തിൽ സ്ഥിതി ചെയ്യാനാവില്ല. സ വൈ മനകൃഷ്ണ പദാരവിന്ദയോ സദാ ഭഗവത് സേവന നിരതനാകുന്നത്, കൃഷ്ണാവബോധം പുലർത്തുന്നത് വാസ്തവത്തിൽ രജോഗുണത്തിൽ നിന്നും
എല്ലാ ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മോചനം നേടലാണ്. ഹരേ കൃഷ്ണ. വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്, അംബരീഷ മഹാരാജ് തെരഞ്ഞെടുത്ത വഴി മാത്രമേ വീണ്ടും പറ്റുകയുള്ളൂ എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. അപ്പം അതേ ചാപ്റ്ററിലെ തന്നെ 35-ാമത്തെ ശ്ലോകം കൂടെ ഒന്ന് പറഞ്ഞേരെ. ഭഗവാന്റെ ആ ആൻസർ പറയുകയാണ് അർജുനനോട്. ഭഗവാൻ ഉവാച അസംശയം മഹാബാഹോ മനോനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. ഭാവാർത്ഥം ശ്രീ ഭഗവാൻ പറഞ്ഞു, മഹാബാഹുവായ കുന്തിപുത്ര, അസ്ഥിരമായ മനസ്സിനെ അടക്കുക എന്നത് തീർച്ചയായും ദുഷ്കരമാണ്. എന്നാൽ യുക്തമായ പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണൻ. അതിന്റെ ഭാവാർത്ഥം കൂടെ. അർജുനൻ പറഞ്ഞതുപോലെ വഴക്കമില്ലാത്ത മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും എളുപ്പമല്ലെന്ന് ഭഗവാൻ സമ്മതിക്കുന്നു. എങ്കിലും പരിശീലനം കൊണ്ടും നിസ്സംഗത കൊണ്ടും അത് സാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ ഉപദേശം. എന്താണ് ഈ പരിശീലനം? പുണ്യസ്ഥലങ്ങളിൽ പോയിരിക്കൽ, പരമാത്മാവിൽ മനസ്സുറപ്പിക്കൽ, ഇന്ദ്രിയ മനസ്സുകളുടെ നിയന്ത്രണം, ബ്രഹ്മചര്യ വ്രതം, ഏകാന്തവാസം എന്നീ കർക്കശന നിബന്ധനകൾ പാലിക്കാൻ ഇക്കാലത്ത് ആർക്കും കഴിയുകയില്ല. എന്നാൽ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് 9 വിധം ഭഗവത് സേവനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. അതിൽ ആദ്യത്തേതും പ്രമുഖവുമായ ഭഗവത് സേവനം കൃഷ്ണ കഥാശ്രവണം തന്നെ. മനസ്സിലെ സംശയങ്ങളെല്ലാം തുടച്ചു മാറ്റാൻ വേണ്ടുന്ന ദിവ്യത്വവും ശക്തിയും ഉണ്ട് അതിന്. കൃഷ്ണനെ പറ്റി എത്ര കണ്ട് കേൾക്കുന്നുവോ അത്ര കണ്ട് വിജ്ഞാനം ഉണ്ടാകുന്നതാണത്. കൃഷ്ണനിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കുന്ന ഏതിലും അയാൾക്ക് വിരക്തി തോന്നുകയും ചെയ്യും. ഭഗവത് ദർപ്പണമായിട്ടല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് മനസ്സിനെ പിൻവലിക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ വൈരാഗ്യം നേടാം. ഭൗതികമായതിൽ വിരക്തിയും ആധ്യാത്മികതയിൽ താല്പര്യവുമുള്ള അവസ്ഥയത്രേ വൈരാഗ്യം. കൃഷ്ണന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മനസ്സിനെ ബന്ധപ്പെടുത്തുന്നതിനേക്കാൾ ദുഷ്കരമാണ് ആ അവ്യക്തഗതവാദികളുടെ ആത്മീയ വിരക്തി. ഭക്തിയുത ഭഗവത് സേവനം പ്രായോഗികമാണ്. കൃഷ്ണനെ കുറിച്ച് കേൾക്കുന്നത് കൊണ്ട് ഒരാൾ പരമാത്മാവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ ആകർഷണത്തെയാണ് പരേശാനുഭൂതി, ആത്മീയ സംതൃപ്തി എന്ന് പറയുന്നത്. വിശന്നു വലഞ്ഞവന് താൻ ഉണ്ണുന്ന ഓരോ ഉരുളയും നൽകുന്ന സംതൃപ്തിയോട് സാദൃശ്യമാണിത്. വിശപ്പുള്ളപ്പോൾ എത്ര കണ്ട് ഭക്ഷിക്കുന്നുവോ അത്ര കണ്ട് ഒരാൾക്ക് നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. നെറ്റ് ഇഷ്യൂ ആയിരിക്കും. വിശന്ന് വലഞ്ഞവന് താൻ ഉണ്ണുന്ന ഓരോ ഉരുളയും നൽകുന്ന സംതൃപ്തിയോട് സാദൃശ്യമാണിത്. വിശപ്പുള്ളപ്പോൾ എത്ര കണ്ട് ഭക്ഷിക്കുന്നുവോ അത്ര കണ്ട് ഒരാൾക്ക് സംതൃപ്തിയും കരുത്തും വർദ്ധിക്കുന്നതായി അനുഭവപ്പെടും. അതേപോലെ ഭക്തിയുത സേവനം കൊണ്ട് മനസ്സ് ഭൗതികോദ്ദേശങ്ങളിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരാൾ ദിവ്യ സംതൃപ്തി അടയുന്നു. വിദഗ്ധ ചികിത്സ കൊണ്ട് ശരിയായ ഭക്ഷണം കൊണ്ടും രോഗം ഭേദമാകുന്നത് പോലെ കൃഷ്ണന്റെ അതീന്ദ്രിയ ലീലകളെ കുറിച്ച് കേൾക്കുന്നത് മോഹാകുലമായ മനസ്സിന് വിദഗ്ധ ചികിത്സയും കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് ദുരിതമനുഭവിക്കുന്ന രോഗിക്ക് പഥ്യഭോജനവും എത്ര. ഈ ചികിത്സയാണ് കൃഷ്ണാവബോധ പ്രക്രിയ. ഹരേ കൃഷ്ണ. വിദഗ്ധ ചികിത്സ കൊണ്ടും ശരിയായ ഭക്ഷണം കൊണ്ടും രോഗം ഭേദമാകുന്നത് പോലെ കൃഷ്ണന്റെ അതീന്ദ്രിയമായ ലീലകളെ കുറിച്ച് കേൾക്കുന്നത്, നിരന്തരമായി കേൾക്കുന്നത് മോഹാകുലമായ മനസ്സിന് വിദഗ്ധ ചികിത്സയും കൃഷ്ണന് നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് ദുരിതം അനുഭവിക്കുന്ന രോഗിക്ക് പഥ്യഭോജനം, പഥ്യപൂർവമുള്ള ഭോജനം, പഥ്യഭോജനവും അത്രേ. ഈ ചികിത്സയാണ് കൃഷ്ണാവബോധ പ്രക്രിയ. ഭാഗവതത്തിലെ ഒരു ശ്ലോകം കൂടെ വായിച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പറയാം. ഭാഗവതം പ്രഥമസ്കന്ധം. ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ഞാൻ നോട്ട് ഇട്ടിരുന്നു, പ്രിന്റ് എടുത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. പ്രഥമസ്കന്ധം 5-ാമത്തെ അധ്യായത്തിലെ
32ാമത്തെ ശ്ലോകമാണ് പറയാൻ പോകുന്നത്. ഏതസംസൂചിതം ബ്രഹ്മസ്ഥാപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മാണി ഭാവിതം. ഏതസംസൂചിതം ബ്രഹ്മസ്ഥാപത്രയ ചികിത്സിതം യദീശ്വരേ ഭഗവതി കർമ്മ ബ്രഹ്മാണി ഭാവിതം. വിവർത്തനം. അല്ലയോ സുശീം പ്രഭു വായിച്ചോളൂ വിവർത്തനവും ഭാവാർത്ഥവും. അല്ലയോ ബ്രാഹ്മണ, വ്യാസദേവ, ഒരാളുടെ കർമ്മങ്ങളെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ആത്മസമർപ്പണം ചെയ്യുക എന്നതാണ് സർവ പ്രശ്നങ്ങളും താപത്രയ ക്ലേശങ്ങളും പരിഹരിക്കാൻ പര്യാപ്തമായ ഉചിത മാർഗമായി ജ്ഞാനികൾ വിധിച്ചിരിക്കുന്നു. ഹരേ കൃഷ്ണ. മൈക്ക് ഒന്നുകൂടെ അടുത്ത് വെക്കുക. അല്ലയോ ബ്രാഹ്മണ വ്യാസദേവ, ഒരാളുടെ കർമ്മങ്ങളെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്, അംബരീഷ മഹാരാജാവ് ചെയ്ത ശ്ലോകം, ഒരാളുടെ കർമ്മങ്ങളെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ആത്മസമർപ്പണം ചെയ്യുക എന്നതാണ് ജീവിതത്തിലെ സർവ പ്രശ്നങ്ങളും താപത്രയ ക്ലേശങ്ങളും. നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ താപത്രയ ക്ലേശങ്ങളാണ്. ഏതൊക്കെയാണ്? നിവേദ് 3 ദുഃഖങ്ങൾ. ആധ്യാത്മികം നോട്ട് ചെയ്തു. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ഈ 3 പ്രയാസമാണ് ജീവിതത്തിലുള്ളത്. ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം. ആധ്യാത്മികം നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ ജലദോഷം, അങ്ങനെയുള്ള ആധ്യാത്മികം. ആദിഭൗതികം മറ്റുള്ള ജീവികളാൽ, മനുഷ്യരുൾപ്പെടെയുള്ള മറ്റുള്ള ജീവികളാൽ നമുക്കുണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, ആദിഭൗതികം. ആദിദൈവികം ദേവതകളാൽ ഉണ്ടാകുന്ന 33 കോടി ദേവതകളുണ്ട്, ദേവതകളാൽ ഉണ്ടാകുന്ന, അതായത് നമ്മുടെ നാച്ചുറൽ കലാമിറ്റീസ്. ഈ 3 തരത്തിലുള്ള പ്രയാസങ്ങൾ എങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ആത്മസമർപ്പണം ചെയ്യുക എന്നതാണ് സർവ പ്രശ്നങ്ങളും താപത്രയ ക്ലേശങ്ങളും പ്രതിഫലിക്കാൻ പര്യാപ്തമായ ഉചിത മാർഗമായി ജ്ഞാനികൾ വിധിച്ചിരിക്കുന്നത്. ഭാവാർത്ഥം സുശീം പ്രഭു കണ്ടിന്യൂ ചെയ്തു. പരിത്രാണപാതയെ വിവിധമാക്കാനുള്ള അഥവാ ജീവിതത്തെ സർവവിധ ക്ലേശങ്ങളിൽ നിന്ന് വിമുക്തമാക്കാനുള്ള അതീവ സുകരവും പ്രായോഗികവുമായ മാർഗം ഭഗവാന്റെ അതീന്ദ്രിയ കർമ്മങ്ങളെ യഥാർഹമായ കേന്ദ്രങ്ങളിൽ നിന്ന് വിനയപൂർവം ശ്രവിക്കുക എന്നതാണ്. സമഗ്ര ഭൗതിക അസ്തിത്വവും ക്ലേശ സമ്പൂർണമാണ്. വിഡ്ഢികളായ ജനങ്ങൾ അവരുടെ കൊച്ചു മസ്തിഷ്കങ്ങളിൽ ശരീരത്തെയും മനസ്സിനെയും സംബന്ധിച്ച ത്രിവിധ ക്ലേശങ്ങളെയും പ്രകൃത്യാധിഷ്ഠിത പ്രക്ഷുബ്ധങ്ങളെയും അകറ്റാൻ പര്യാപ്തമായ നിരവധി മാർഗങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. സമ്പൂർണ്ണ വിശ്വപ്രപഞ്ചവും ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാൻ അതികഠിനമായി പ്രയത്നിക്കുന്നു. എന്നാൽ ഭഗവാന്റെ അനുമതിയില്ലാതെ യാതൊരു പരിഹാര മാർഗത്തിനും യഥാർത്ഥത്തിൽ അഭികാമ്യമായ സമാധാനവും പ്രശാന്തതയും നൽകുവാൻ സാധ്യമല്ലെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഭഗവാന്റെ അനുമതി ഇല്ലെങ്കിൽ ഒരു രോഗിക്ക് പ്രതിവിധിയായി നൽകുന്ന വൈദ്യ ചികിത്സ നിഷ്പ്രയോജനകരമാണ്. ഒരു നദി അഥവാ സാഗരം തരണം ചെയ്യാൻ യോഗ്യമായ വഞ്ചി ഭഗവത് അനുമതി ഇല്ലെങ്കിൽ പര്യാപ്തമായ ഒന്നല്ല. ആകയാൽ അനുമതി നൽകേണ്ട പരമ അധികാരി ഭഗവാനാണെന്ന് നാം മനസ്സിലാക്കണമെന്ന് മാത്രമല്ല, നമ്മുടെ ഉദ്യമങ്ങളെ പരമ വിജയത്തിന് അഥവാ വിജയപാതയിലെ വിഘ്നങ്ങളെ ഒഴിവാക്കാൻ ഭഗവത് കൃപയ്ക്കായി ആത്മസമർപ്പണം ചെയ്യുകയും വേണം. ഭഗവാൻ സർവവ്യാപിയും സർവസന്നിഹിതനും സർവജ്ഞാനിയുമാകുന്നു. നല്ലതും ചീത്തയുമായ സർവ പരിണാമങ്ങളുടെയും പരമ ആജ്ഞാധികാരി ഭഗവാനാകുന്നു.
ആകയാൽ നമ്മുടെ കർമ്മങ്ങളെ ഭഗവത് കൃപയ്ക്കായി സമർപ്പിക്കുന്നതിന് നാം അഭ്യസിക്കുകയും ഭഗവാനെ സർവ്യക്തിക ബ്രഹ്മമായോ കേന്ദ്രീകൃത പരമാത്മാവായോ അല്ലെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനായോ അംഗീകരിക്കുകയും വേണം. ഒരാൾ ആരുമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിശ്ചയമായും ഭഗവത് സേവനത്തിൽ സർവ്വതും ആത്മസമർപ്പണം ചെയ്യണം. ഒരു വ്യക്തി വിൽപ്പന്നനായ പണ്ഡിതനോ ശാസ്ത്രജ്ഞനോ ദാർശനികനോ കവിയോ ആരുമായിക്കൊള്ളട്ടെ, അയാൾ തൻ്റെ വിദ്യയെ ഭഗവാന്റെ പരമാധികാരത്തെ സുസ്ഥാപിതമാക്കാൻ വിനിയോഗിക്കണം. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഭഗവത് ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാനായി യത്നിക്കണം. ഭഗവാനെ നിന്ദിക്കാനോ ഭഗവാനെ പോലെ ആയിത്തീരാൻ യത്നിക്കാനോ അല്ലെങ്കിൽ ഭഗവാന്റെ പദവിയെ പൂർണ്ണമായ വിജ്ഞാന ശേഖരമായി പരിഗണിക്കാനോ പാടില്ല. അപൂർണമായ അല്ലെങ്കിൽ ഭഗവാന്റെ പദവിയെ അപൂർണമായ വിജ്ഞാന ശേഖരമായി പരിഗണിക്കാനോ പാടില്ല. ഒരാൾ ഭരണാധികാരി, രാജ്യതന്ത്രജ്ഞൻ, യോദ്ധാവ്, രാഷ്ട്രീയക്കാരൻ, ജനസേവകൻ തുടങ്ങിയ ആരെങ്കിലുമാണെങ്കിൽ അയാൾ നിശ്ചയമായും ഭഗവാന്റെ പരമാധികാരത്തെ രാജ്യതന്ത്രജ്ഞതയാൽ സമർത്ഥിക്കാൻ പരിശ്രമിക്കണം. അർജുനൻ ചെയ്തതുപോലെ ഭഗവത് ഹേതുവായി യുദ്ധം ചെയ്യുക. മഹായോദ്ധാവായ ശ്രീ അർജുനൻ ആരംഭത്തിൽ യുദ്ധം ചെയ്യാൻ വിസമ്മതിച്ചു. എന്നാൽ യുദ്ധം അനിവാര്യമാണെന്ന് ഭഗവാനാൽ ബോധ്യപ്പെട്ട ശേഷം അർജുനൻ തന്റെ തീരുമാനം മാറ്റുകയും ഭഗവത് പക്ഷത്തിനായി യുദ്ധം ചെയ്യുകയും ചെയ്തു. അതേപോലെ ഒരു വ്യവസായിയോ വ്യാപാരിയോ കൃഷിക്കാരനോ അല്ലെങ്കിൽ ആര് തന്നെ ആണെങ്കിലും അയാൾ കഠിന പ്രയത്നം ചെയ്ത് സമ്പാദിച്ച ധനം ഭഗവത് സേവനാർത്ഥം ചെലവഴിക്കണം. സ്വരൂപിച്ച സമ്പത്ത് ഭഗവത് ദാനമാണെന്ന് സദാ ചിന്തിക്കണം. സമ്പത്തിനെ ഐശ്വര്യദേവതയായ ലക്ഷ്മി ദേവിയുമായും ഭഗവാനെ നാരായണനായി അഥവാ ലക്ഷ്മി പതിയായും കരുതേണ്ടതാണ്. ലക്ഷ്മിയെ ഭഗവത് സേവനത്തിൽ നിരതമാക്കാൻ ഉദ്യമിക്കുകയും അങ്ങനെ സന്തോഷഭരിതമാവുകയും ചെയ്യുക. ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള ഉപായമാണിത്. സർവ ഭൗതിക പ്രവർത്തനങ്ങളിൽ നിന്നും പ്രശമനം നേടി ഭഗവാന്റെ അതീന്ദ്രിയ ലീലാശ്രവണത്തിൽ പൂർണ്ണമായും നിയുക്തനാകുക എന്നതാണ് ശ്രേഷ്ഠ കർമ്മം. എന്നാൽ അത്തരമൊരു അവസരത്തിന്റെ അഭാവത്തിൽ സവിശേഷ താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ സർവ്വതും ഭഗവത് സേവനത്തിന് നിയുക്തമാക്കാൻ യത്നിക്കണം. സമൃദ്ധിക്കും സമാധാനത്തിനുമുള്ള ഉചിതവും ശ്രേഷ്ഠവുമായ മാർഗമാണിത്. ഈ ശ്ലോകത്തിലെ സംസുചിതം എന്ന പദം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശ്രീ നാരദന്റെ സാക്ഷാത്കാരം ബാലിശമായ കൽപ്പന മാത്രമാണെന്ന് ഒരു നിമിഷത്തേക്ക് പോലും ചിന്തിക്കരുത്. വിദഗ്ധരും ജ്ഞാനികളുമാണ് ഇപ്രകാരം ഇതിനെ സാക്ഷാത്കരിക്കുന്നത്. സംസുചിതം എന്ന പദത്തിന്റെ യഥാർത്ഥ പൊരുളിതാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇന്ന് കുറെ ശ്ലോകങ്ങള് കവർ ചെയ്തു. ഭഗവാനെ നമ്മുടെ മനസ്സ് എങ്ങനെ സമർപ്പിതമാക്കണമെന്നും എന്തിനു വേണ്ടിയിട്ടാണ് സമർപ്പിതമാക്കണമെന്നും നമ്മൾ വായിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ സംവദിച്ചു കഴിഞ്ഞു. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, അഭിപ്രായങ്ങൾ, ഡിസ്കഷൻ പോയിന്റ്. ഹരേ കൃഷ്ണ. ജയപ്രകാശ് പ്രഭു സ്റ്റാർട്ട് ചെയ്തു. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയാം. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. എന്നാലും പറയണമല്ലോ എന്തെങ്കിലും. നമ്മൾ ഇത്രയും ശ്ലോകങ്ങൾ വായിച്ചു, എന്തെങ്കിലും.
അമൃതമാതാവ് ഏതോ പറയുന്നുണ്ട്, വാലിയുടെ പോയിന്റ് പറഞ്ഞോളൂ. ഇന്ദ്രിയങ്ങൾക്ക് ഈശ്വരനാകുന്ന രസം പകർന്നുകൊണ്ട് വരട്ടെ, ജീവിതം മുന്നോട്ട് പോകുക. വരട്ടെ. യെസ്, അതാണ് അംബരീഷ മഹാരാജന്റെ ശ്ലോകം കൊണ്ട് തന്നെ ഒരൊറ്റാണ്ട്. അംബരീഷ മഹാരാജാവ് 10 ലൈൻ പാടി, പക്ഷേ ജയപ്രകാശ് പ്രഭു ഒറ്റ വരി കൊണ്ടത് പിന്നെ ചുരുക്കി പറഞ്ഞു. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇന്ദ്രിയങ്ങൾക്ക് ആ രസം ഉണ്ടാകണം, ആ രസം, ആ നെക്ടർ, അതിനാണ് നെക്ടർ ഓഫ് ഡിവോഷൻ എന്ന് പറയുന്നത്. ആ രസം നമ്മൾ കടഞ്ഞെടുക്കണം. ഹരേ കൃഷ്ണ. ഇതേപോലെ വരട്ടെ. ഹരേ കൃഷ്ണ. സുരേഷ് ഗോപി അവർകൾ എന്തോ പറയാൻ വരുന്നുണ്ട്. ഇല്ല പ്രഭു, ഞാനിങ്ങനെ കേട്ടിരിക്കുകയാണ്. ശരിയാണ്, ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതിനെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് കൃഷ്ണാവബോധത്തോടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ. അടുത്ത് നിവേദനം പറയാം കേട്ടോ. എന്തെങ്കിലും ഒരു എക്സാമ്പിളോ ഇതിനെ കുറിച്ചല്ല, ഞാൻ വേറൊരു ടോപ്പിക് ഓൾറെഡി ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞോളൂ. ലാസ്റ്റ് പറയാം, ഈ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് പറയാം. ഓക്കെ. ലാസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു പക്ഷെ സമയം കിട്ടത്തില്ല കേട്ടോ. ഇവരെല്ലാം തുടങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ ഒരന്തവും കാണില്ല. പറഞ്ഞോളൂ. രാജീവ് പ്രഭു. മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറഞ്ഞത്. അതെ. അപ്പോഴ് കൃഷ്ണാവബോധം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ അല്ലെ? ഇത്രയും ശ്ലോകങ്ങൾ നമ്മൾ കവൈതപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് അംബരീഷ മഹാരാജാവിന്റെ ഉദാഹരണം മാത്രമേ എടുത്തു പറഞ്ഞുള്ളൂ. അപ്പൊ പ്രഭുപാദര് ഇത്രയും ഭാവാർത്ഥം കൊടുത്തിൽ അംബരീഷ മഹാരാജാവിനെ മാത്രമാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. കാര്യം ആ ഒരു ഭക്തിയുത സേവനം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ രാവിലെ എഴുന്നേക്കുന്നത് മുതൽ രാത്രി കിടക്കാൻ നേരത്തുള്ള ചിന്ത വരെ അതായിരിക്കണം. അതായത് രാവിലെ എഴുന്നേറ്റിട്ട് ഭഗവാന് നമ്മൾ രാവിലെ എന്താണ് നമ്മൾ നിവേദിക്കേണ്ടത്. രാവിലെ കുട്ടികൾക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു, അല്ലെ എൻ്റെ ഭർത്താവിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു എന്നുള്ളതല്ല. രാവിലെ എന്താണ് എൻ്റെ ഭഗവാന് കൊടുക്കേണ്ടത്? എൻ്റെ നാഥനാണ്. ആ നിവേദ്യശിഷ്ടം ഭർത്താവിനും കുട്ടികൾക്കും കൊടുക്കുമ്പോഴത്തേന് അവർ എത്രയോ ധന്യരായി. അവരുടെ മനസ്സും ശരീരവും ഒരുപോലെ പവിത്രീകരിച്ചിട്ടാണ് വീട് വിട്ടു പോകുന്നത്, ജോലിക്കായിട്ടോ പഠിത്തത്തിനായിട്ടോ. അവർക്ക് അതിൻ്റെതായ ഗുണവും തേജസ്സും കാണും. തിരിച്ചു വരുന്നതും അതേ പവിത്രതയോടെ ആയിരിക്കാം. ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിനെ വിശ്വസിക്കാം, ആ ഭാര്യയ്ക്ക് ആ കുട്ടികളെ വിശ്വസിക്കാം. കാര്യം ഭഗവാന്റെ നിവേദ്യശിഷ്ടം കഴിച്ച് പോയ ഒരാൾ അത്രയും പവിത്രമായ മനസ്സോടുകൂടിയേ തിരിച്ചു വരികയുള്ളൂ. ഹരേ കൃഷ്ണ. അടുത്തത് ഹരേ കൃഷ്ണ. ചേട്ടാ, പ്രഹ്ലാദൻ ചേട്ടാ, ചേട്ടൻ കേൾക്കുന്നില്ലേ? ആ, ഹെഡ്ഫോൺ താഴെ വെച്ചിട്ടാണോ ചേട്ടാ? അത് കൊള്ളാം, നന്നായി. ആ, അത് കൊള്ളാം. ചേട്ടാ എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ പ്രവർത്തിക്കുന്നു. അതിന്റെ മരുന്ന് ഒറ്റമൂലി, അതിന്റെ ഭക്തിയുടെ സേവനം. ഭക്തിയുത സേവനത്തിന് മുൻപുള്ള അതിന്റെ ഭക്തിയുത സേവനത്തിലുള്ള ആ ഒരു ഒറ്റമൂലി മരുന്ന് എന്താണ്? ഭക്തിയുത സേവനം പഥ്യം. ഓക്കെ, ആ മരുന്ന് കൃഷ്ണനെ സേവിക്കുക. അതെ,
ജയപ്രകാശ് പ്രഭു എന്തോ പറയാൻ വരുന്നു? നാമജപം. നാമജപം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രജപവും പത്യത്തോടെയുള്ള മന്ത്രജപം ഏറ്റവും കൂടുതൽ ശുദ്ധീകരിക്കും. അതായത് ഡയബറ്റിക് പേഷ്യന്റ് ചില ഉപാധികളോടെയാണ് മരുന്ന് കഴിക്കേണ്ടത്. ഉപാധികൾ സ്വീകരിക്കാതെ മരുന്ന് കഴിക്കുമ്പോൾ ചേച്ചി പറയൂ, ഇപ്പം ഉപാധികൾ സ്വീകരിക്കാതെ മരുന്ന് കഴിച്ചാൽ എന്താ? മരുന്ന് കഴിച്ചാൽ ഡയബറ്റിക് കൺട്രോൾ ആവത്തില്ല. ഡയബറ്റിക് കൺട്രോൾ ആവില്ല. അപ്പം ഉപാധികളോടെയുള്ള മന്ത്രജപം പെട്ടെന്ന് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ആവുകയും നമ്മുടെ ജീവിതം സംശുദ്ധമാവാൻ ഉപകരിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിമി എന്തോ പറയാൻ വരുന്നു, പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ പറഞ്ഞോളൂ. അല്ലല്ല, മോനിവിടെ പഠിക്കായിരിക്കുന്നു, അപ്പൊ ഞാനിവിടെ എഴുതുന്ന കാര്യം പറഞ്ഞത്. സോറി. എന്നാലും പറഞ്ഞോളൂ, എന്തെങ്കിലും പറയൂ. ഓക്കെ, ബേസിക്കലി ഇത് നമ്മളുടെ ലൈഫില് എന്താ പറയുക, എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, മെറ്റീരിയലിസ്റ്റ് തിങ് ആയാലും ഇൻഡിവിജ്വൽ നീഡ്സ് ആയാലും പേഴ്സണൽ ആയാലും പ്രൊഫഷണൽ നീഡ്സ് ആയാലും നമ്മുടെ നീഡ്സ് ആണ് ബേസിക്കലി നമ്മൾ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് all our desires and needs would be controlled through being a Krishna conscious person. So basically പറഞ്ഞ മാതിരി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആ നാമജപം കണ്ടിന്യൂസ്ലി പറഞ്ഞുകൊണ്ടിരിക്കുക. സോ ദാറ്റ് നമ്മൾ എപ്പോഴും ദൈവത്തിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കും ആൻഡ് ബാക്കി കാര്യങ്ങളിൽ വി ക്യാൻ ഓവർകം ഇറ്റ് എന്ന് ഞാൻ. ഹരേ കൃഷ്ണ. താങ്ക് യു ഹരേ കൃഷ്ണ. വെരി ഗുഡ്. സിമിയുടെ വീട്ടിൽ ഭഗവാന്റെ നല്ലൊരു വിഗ്രഹമുണ്ട്. ഇത്ര തേജസ്സായ ഒരു വിഗ്രഹമാണെന്ന് അറിയാം. വലിയൊരു വിഗ്രഹമാണ് കേട്ടോ കൃഷ്ണന്റെ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ജയലക്ഷ്മി മാതാജി. പ്രഭു. പറഞ്ഞോളൂ. പ്രഭു പറയണോ? പറഞ്ഞോളൂ. ഹലോ പ്രഭു, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അല്ല, എല്ലാരും പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മള് കൃഷ്ണാവബോധത്തിൽ മുമ്പോട്ട് പോയാൽ അല്ലെങ്കിൽ ഹരേകൃഷ്ണ മന്ത്രം ജപിച്ചാല് നമ്മുടെ ഇന്ദ്രിയങ്ങള് നിയന്ത്രണത്തിലാവും. അപ്പം ഇന്ദ്രിയങ്ങൾ നിയന്ത്രണത്തിലാവും എന്ന് പറഞ്ഞാൽ അവിടെ അഹങ്കാരങ്ങൾ, അതായത് 8 തരം അഹങ്കാരങ്ങളാണ് ഉള്ളത് അവിടെ. അതായത് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, പിന്നെന്താണ് മതം, മാത്സര്യം, ഡംബ്, അഹങ്കാരം. ഈ ഇത്രയും കാര്യങ്ങള് നമ്മള് അവിടെ കൺട്രോൾ ആവും. ഇത്തരം കാര്യങ്ങൾ കൺട്രോൾ ആവുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഭയങ്കര ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഇത്രയും കൺട്രോൾ ആവുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓട്ടോമാറ്റിക്കലി കൺട്രോളിലായി നമുക്ക് എളുപ്പത്തിൽ കൃഷ്ണപാദം പോകാൻ പറ്റും. ഹരേ കൃഷ്ണ. ഓക്കെ, ശരിയല്ലേ പ്രഭു? യെസ്, താങ്ക് യു. സുശീം പ്രഭുവിന്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ശരിയാണ്. താങ്ക് യു. സുശീം പ്രഭുവിന്റെ വരുന്നതിന് മുമ്പിട്ട് നിവേൽ എന്താ പറയാൻ ഉദ്ദേശിച്ചത്? ഞാൻ ഡിഫറെന്റ്, നമ്മുടെ ഹിന്ദുവിസത്തില് കുറെ ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അപ്പൊ ആ ബ്രഹ്മാണ്ടത്തിന് ഒരു സയൻസ് തിയറി ആയിട്ടൊരു ഇത് നമ്മൾ നോക്കിയതാണ്. ഒരു വീക്കായിട്ട് അതിനെ പറ്റി. ഓക്കെ, സോ ബ്രഹ്മാണ്ടത്തിന് ഇതില് ഇംഗ്ലീഷിൽ പറയുന്നത് യൂണിവേഴ്സ്. അപ്പം കുറെ ബ്രഹ്മാണ്ടത്തിന് മൾട്ടിവേഴ്സ്, പാരലൽ യൂണിവേഴ്സ്, അല്ലെങ്കിൽ ഡിഫറെന്റ് വേഴ്സസ്. മൾട്ടിവേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ എന്ത് ആക്ഷൻ ഈ യൂണിവേഴ്സിൽ നടന്നാലും അതിന് നമുക്ക് എന്ന് വെച്ചാൽ എത്ര പോസിറ്റീവ് ചാർജസ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ചാർജസ് വേണം. എത്ര ഗുഡ് ഉണ്ടോ അത്രയും ഈവിലും വേണം. എന്നാലേ യൂണിവേഴ്സിലെല്ലാം പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആവും. ഫോർ എക്സാമ്പിൾ, മൾട്ടിവേഴ്സ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സംഭവമാണ്. പക്ഷെ അത് നമുക്ക് കുറെ ഫിസിസിസ്റ്റ് ലൈക്ക് സ്റ്റീഫൻ ഹോക്കിംഗ് അവരൊക്കെ അത് നല്ല റിസർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്, വേം ഹോൾ, 2 സ്റ്റാർസ് തമ്മിൽ ക്രാഷ് ആകുമ്പോൾ ഒരു വലിയൊരു ബ്രൈറ്റ് തിങ് ഉണ്ടാവും. അതിന്റെ പേര് സൂപ്പർനോവ. ഓരോ സൂപ്പർനോവാസ് ഉണ്ടാകുമ്പോഴും അതിനകത്തൂടെ നമുക്ക് ട്രാവൽ ചെയ്ത്, ഇതുവരെ ആരും ചെയ്തിട്ടില്ല, പക്ഷെ ഒരു തിയറി പറയുന്നുണ്ട് അതിനകത്തൊരു ട്രാവൽ ചെയ്താൽ we can get into another parallel universe. Parallel universe എന്ന് വെച്ചാൽ, if for example ഈ യൂണിവേഴ്സിൽ ഞാനൊരു ഡൈസ് ത്രോ ചെയ്താൽ അത് 6 വന്ന് ചിലപ്പോൾ വീഴായിരിക്കും. ബട്ട് ഈ 6 വന്ന് വീഴുന്നത് വേറെ 6 യൂണിവേഴ്സിൽ അത് ചെയ്യുമ്പോഴും വേറെ വേറെ ഔട്ട്കംസ് ആയിരിക്കും.
ഡിഫറെന്റ് യൂണിവേഴ്സസിൽ ഡിഫറെന്റ് ഔട്ട്കംസ് ആയിരിക്കും. ഇതില് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എല്ലാ യൂണിവേഴ്സിലും 10⁵500 യൂണിവേഴ്സസ് ആണുള്ളത്. എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ്. 10⁵500. ഈ യൂണിവേഴ്സസിൽ എല്ലാത്തിലും നമ്മുടെ ഓരോ ഡിസിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ എക്സിസ്റ്റൻസ് ഈ എല്ലാ യൂണിവേഴ്സസിലും ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ യൂണിവേഴ്സിൽ എന്ത് ചെയ്താലും വേറെ യൂണിവേഴ്സസിൽ അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും വരുന്നത്. ഡിഫറെന്റ് യൂണിവേഴ്സസ്. ഇനി ഹിന്ദുസത്തിൽ കൂടെ നോക്കിയാൽ ബബിൾ തിയറി, അതൊരു തിയറി വാസ് പ്രപ്പോസ്ഡ് ബൈ ഹ്യൂഗ് എവററ്റ്, ഒരു സയന്റിസ്റ്റ് ആണ്. ബബിൾ തിയറി എന്ന് വെച്ചാൽ എല്ലാ യൂണിവേഴ്സും ഒരു ബബിൾ ആണ്. ഇപ്പൊ നമ്മുടെ എർത്ത്, മിൽക്കി വേ ഗാലക്സി, ഡിഫറെന്റ് ഗാലക്സീസ് ഒരു ബബിളിനകത്താണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഡിഫറെന്റ് ബബിൾസ് ഉണ്ട്, ഇൻഫിനിറ്റ് ബബിൾസ്. നമ്മുടെ യൂണിവേഴ്സിൽ ബിഗ് ബാങ് നടന്ന സമയത്ത് ഒരു ബിഗ് ബാങ് അല്ല, കുറെ ലൈക് ഇൻഫിനിറ്റ് ബിഗ് ബാങ്. അതിനകത്ത് നമ്മുടെ ഭഗവത്ഗീത തന്നെ ഒരു പിക്ചർ ഉണ്ട്, മഹാവിഷ്ണു ഡിഫറെന്റ് ബബിൾസിന്റെ ഇതിൽ നിൽക്കുന്നത്. ഈ ഡിഫറെന്റ് ബബിൾസിനും ഒരു ബ്രഹ്മാവിന് ഈ ഫുൾ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറെ ബ്രഹ്മാവുണ്ട്, ഇൻഫിനിറ്റ് നമ്പർ. ആൻഡ് എല്ലാ ബ്രഹ്മാവിനും ഡിഫറെന്റ് ഹെഡ്സ് ആണ്. ഒരു ബ്രഹ്മാവിന് 1000, ഒരു ബ്രഹ്മാവിന് നമ്മുടെ ബ്രഹ്മാവിന് 3, അനദർ ബ്രഹ്മാവിന് 10, അങ്ങനെ ഡിഫറെന്റ് തലകളുണ്ട്. അത് ഡിഫറെന്റ് എന്ന് വെച്ചാൽ ശിവൻ, രുദ്രന്മാരും കുറെ പേരുണ്ട് ഫുൾ യൂണിവേഴ്സസിൽ. ഇതിന്റെയൊക്കെ സൂപ്പർ സോൾ ആണ് ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു. ഈ ഡിഫറെന്റ് യൂണിവേഴ്സസിൽ പിന്നെ നമ്മുടെ ഹിന്ദുസത്തിൽ അക്കോർഡിംഗ്ലി 3.1 into 10⁻14. ഇത്രയും വർഷങ്ങൾ കഴിയുമ്പം ഓരോ യൂണിവേഴ്സും ഡിസോൾവ് ആകും. അതുപോലെ തന്നെ വേറെ യൂണിവേഴ്സ് ഫോം ആകും. എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് നോക്കിയാൽ 310 multiplied by 00000000000 4 times 0. അതായിരിക്കും ആൻസർ. എന്ന് വെച്ചാൽ അത്രയും യൂണിവേഴ്സ് കഴിയുമ്പോഴായിരിക്കും വേറൊരു പുതിയ മൾട്ടിവേഴ്സ് ഇത് ചെയ്യുന്നത്. അത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറഞ്ഞിരിക്കുന്നത്. ഡിഫറെന്റ് യൂണിവേഴ്സസ് ഉണ്ട്, എല്ലാ യൂണിവേഴ്സിനും ഒരേ ഒരു നാഥൻ, അത് ശ്രീകൃഷ്ണൻ, മഹാവിഷ്ണു. ഡിഫറെന്റ് യൂണിവേഴ്സസിലും വേറെ വേറെ ആൾക്കാർ. ഇത് നോക്കിയപ്പോ ഈ രണ്ട്, പിന്നെ വേറൊരു ബേർഡ് ഉണ്ട്, കാക്ക് ബസന്തി. ഈ ബേർഡ് ഈസ് ഔട്ട് ഓഫ് ടൈം. ഈ ബേർഡ് ശരിക്കും ഒരു കാക്കയാണ്, പക്ഷെ ഈ ബേർഡ് മിസ്റ്റിക്കൽ ആണ്. അതുകൊണ്ട് ഇതിന് ഔട്ട് ഓഫ് ടൈം ചെയ്യാൻ പറ്റും. ഈ ബേർഡ് 11 പ്രാവശ്യം രാമായണം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ 11 പ്രാവശ്യവും ഡിഫറെന്റ് ഔട്ട്കംസ് ആണ്. രാമൻ അല്ല എപ്പോഴും ജയിച്ചത്. ചില സമയത്ത് രാവണൻ, ചില സമയത്ത് രാമൻ, അങ്ങനെ ഡിഫറെന്റ് ഔട്ട്കംസ്. മഹാഭാരതം 16 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു ഫിക്സ്ഡ് പോയിന്റ് ഈ കാക്ക് ബസന്തി കണ്ടത് ദശയജ്ഞ, മഹാദേവന്റെ സതീദേവി മരിക്കുന്ന സംഭവം, അത് ഒരു ഔട്ട്കമേ ഉള്ളൂ. 2 times കണ്ടു, പക്ഷെ ബോത്ത് ടൈംസ് ഒരു ഔട്ട്കമേ ഉള്ളൂ. അതൊരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. അങ്ങനത്തെ ഒരു ഫിക്സ്ഡ് പോയിന്റ് നമ്മുടെ ഫുൾ മിത്തോളജിയിലുള്ളൂ. അതാ. പിന്നെ വേറൊരു തിയറി ബ്രെയിൻ മൾട്ടിവേഴ്സ്. ബ്രെയിൻ മൾട്ടിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഡിസിഷനും വേറൊരു യൂണിവേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഒരു ഡൈസ് റോൾ ചെയ്തപ്പോൾ ഐ ഗോട്ട് 6. സോ ഈ 6 ആണ് വേറൊരു മൾട്ടിവേഴ്സിന്റെ ക്രിയേഷൻ. നമ്മൾ മേക്ക് ചെയ്യുന്ന ഓരോ ഡിസിഷനും വേറെ വേറെ മൾട്ടിവേഴ്സിനെ ഇത് ചെയ്യും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എത്ര മൾട്ടിവേഴ്സ് ഉണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഭാഗവത്തിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, I can count the number of atoms running through my body, but I can never count the number of universes in which I am immanent. That's it. That was my theory. Thank you. Hare Krishna Devi. Thank you very much. Super പോയിന്റുകളാണ് പറഞ്ഞത്. സൂപ്പർ പോയിന്റുകളാണ് പറഞ്ഞത്. കണക്റ്റഡ് ടു അവർ വേദിക് സിസ്റ്റം, നമ്മുടെ പൗരാണിക ചരിത്രം, ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെ വരുന്നു. അപ്പം മോഡേൺ സയൻസ് എത്ര ട്രൂ ആണ്, നമ്മുടെ ട്രൂ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തെ കണക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ സിസ്റ്റത്തെ, നമ്മുടെ സംസ്കാരത്തെ, നമ്മുടെ സനാതന ധർമ്മത്തെ എത്ര നല്ല രീതിയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. വെരി ഗുഡ്. അടുത്ത യൂണിവേഴ്സസ് കണ്ടുപിടിക്കുമ്പം കുറച്ചുകൂടെ സ്റ്റെബിലൈസ് ചെയ്യും. ഗർഗ സംഹിതയൊക്കെ പറഞ്ഞോളൂ. അല്ല, ഗർഗ സംഹിതയിലൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം. വേറെ യൂണിവേഴ്സസ് എന്താണ്, ഒരു കടുകിന്റെ ബാഗാണ്. കടുക് അത് കണക്ക് യൂണിവേഴ്സസ് ഉണ്ട്. ഗർഗ സംഹിതയിൽ ഫ്ലോട്ടിംഗ് അറൗണ്ട് എന്നാണ് പറയുന്നത്. അവിടെ അത് ഇൻഫിനിറ്റ് ആണ്. ഞാനൊരു കാൽക്കുലേറ്റർ വെച്ചിട്ട് 10⁵500 ടൈംസ് നോക്കി, ഒരു പവർ കാൽക്കുലേറ്റർ വെച്ചിട്ട്. ചിലതിൽ ഇറർ കാണിക്കുന്നുണ്ട്, ചിലതിൽ ഇൻഫിനിറ്റ് ആണ്. അതിന് നമ്പർ കറക്റ്റ് ആയിട്ട് ഒന്നിനും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ പറയുന്നുണ്ട്, ഗർഗ സംഹിത പറയുന്നു ക്ലിയർ ആയിട്ട്. ഇത്രയും
അങ്ങനെ ഫ്ലോട്ടിങ് അറൗണ്ട് എന്നേ പറയുന്നുള്ളൂ, എണ്ണമൊന്നും പറയുന്നില്ല. യൂണിവേഴ്സസ് അതൊക്കെ കണ്ടുപിടിച്ച് സയൻസ് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇതിലോട്ടൊക്കെ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുമായിരിക്കാം പക്ഷേ. ഹരേ കൃഷ്ണ. നിവേദ്, അപ്പം പൂർണ്ണമല്ലേ നമ്മുടെ വേദിക് സിസ്റ്റം, അതായത് നമ്മുടെ വൈദിക ഗ്രന്ഥങ്ങൾ റെഫർ ചെയ്യാതെ മോഡേൺ സയൻസിനെ മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലേ? പറ്റില്ല. അത് കുറെ ഫിസിസിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ക്വാണ്ടം ഫിസിസിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സയൻസ് അല്ലെങ്കിൽ ഹിന്ദു മിത്തോളജി ഈസ് റിയലി സിമിലർ ടു ദി മോഡേൺ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് വി ഹാവ്. നിവേദ്, ചെറിയൊരു തിരുത്തല് അക്സെപ്റ്റ് ചെയ്യുക. മിത്തോളജി എന്നുള്ളത് പണ്ട് നമ്മുടെ മിഷണറിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നൊരു വാക്കാണ് മിത്തോളജി, അതായത് സങ്കല്പം എന്നുള്ളത്. അപ്പം നമ്മുടെ പൗരാണിക ഓൾഡ് ഹിസ്റ്ററി, പൗരാണികമായ ചരിത്രം, ചെറിയൊരു തിരുത്ത് എവിടെ സംസാരിച്ചു കഴിഞ്ഞാലും ഈ ഒരു വേർഡ് ഒഴിവാക്കണം, മിത്തോളജി എന്നുള്ളത് കേട്ടോ. നമ്മൾ ഹിസ്റ്ററി എന്ന് പറയണം, ഓൾഡ് ഹിസ്റ്ററി, പൗരാണിക. ഓക്കെ, പുരാണിക് സയൻസ്. അവര് മിഥ്യ എന്നുള്ള വാക്കിന്ന് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്, നമ്മളെ കൺവിൻസ് ചെയ്യാൻ ഇതൊക്കെ മിഥ്യയാണെന്ന്. മിത്തോളജി അല്ല, മിത്തോളജി എന്നൊരു വാക്കില്ലായിരുന്നു എന്നാണ് ഇംഗ്ലീഷിൽ. അവരിത് ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും നടന്നില്ല. ഇപ്പോഴും നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ കണക്ക് പുതിയ തലമുറ പഠിക്കുന്നു. സോ റിയൽ ആണ്, ചരിത്രമാണ്, ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് ആ മിത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഹരേ കൃഷ്ണ. വിദ്യാർത്ഥി എന്തെങ്കിലും പറയാനുണ്ടോ? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. ഇല്ല, ഒന്നും പറയാനില്ല. ഒന്നുമില്ല, എന്തെങ്കിലും പറയും. വിദ്യാജി ഒരു ദേഷ്യത്തിന് എൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്റ്റോറിയും കൂടെ പറയാനുണ്ട് കൃഷ്ണനെ കുറിച്ച് തന്നെ. അങ്കിൾ, ഒരു ദിവസം കൃഷ്ണനും കൃഷ്ണന്റെ ഫ്രണ്ട്സും കളിക്കാൻ പോയി. ജസ്റ്റ് ലൈക്ക് എനി അതർ ഡേ, ലൈക്ക് ഹേർഡിങ്ങിന് പോയി. ആ സമയം ബ്രഹ്മാവിനെ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. ഇഫ് കൃഷ്ണ ഇസ് എ സൂപ്പർ സോൾ, ഇഫ് ഈസ് സുപ്രീം. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൃഷ്ണന്റെ ഫ്രണ്ട്സിനെ എല്ലാരെയും തട്ടിക്കൊണ്ടുപോയി ആൻഡ് കെപ്റ്റ് ദം ഇൻ എ കേവ് ഇൻ ബ്രഹ്മാസ് പ്ലേസ്. സോ ഇത് കൃഷ്ണന് സിമ്പിൾ ആയിട്ട് മനസ്സിലായി, ഒരു നോട്ടത്തിൽ മനസ്സിലായി ഇത് ബ്രഹ്മാവിന്റെ വിദ്യയാണെന്ന്. കൃഷ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൃഷ്ണന്റെ തന്നെ ഓരോരോ പാർട്സ് എടുത്തിട്ട്, കൃഷ്ണൻ തന്നെയാണ് പക്ഷെ ഹി ഡിസ്ഗൈസ് ഹിംസെൽഫ് ആസ് ദ ഫ്രണ്ട്സ്. ഇത് ചെയ്തു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞു. എന്ന് വെച്ചാൽ തിരിച്ച് ഗോകുലത്തിലേക്ക് പോയപ്പോ ആർക്കും മനസ്സിലായില്ല ഇത് കൃഷ്ണൻ തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഡൗട്ട് തോന്നി ആ കുട്ടികളുടെ അടുത്ത്. എന്ന് വെച്ചാൽ ഈ ഹേർട്സിനെയും പശുക്കളെയും കൃഷ്ണൻ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ടൈം 1 year അങ്ങനെ പോയി. കൃഷ്ണൻ തന്നെ. ബ്രഹ്മാവ് തിരിച്ചു വന്ന് നോക്കി. എന്ന് വെച്ചാൽ ഇത് 1 year എന്ന് പറയുന്ന ടൈം സ്പാൻ ബ്രഹ്മാവിന് ഒരു മൂവ്മെന്റ് ആണുള്ളൂ. ബിക്കോസ് ബ്രഹ്മാവിന്റെ പ്ലേസില് ഇവിടുത്തെ എത്ര 3.2 billion years, ഐ ഗെസ് 3.2 billion years അവിടുത്തെ ഒരു ഡേ ആകുന്നുള്ളൂ. ബ്രഹ്മാവിന്റെ സ്ഥലത്തെ ടൈം പീരീഡ് ഇസ് ഡിഫറെന്റ്. സോ ബ്രഹ്മാവ് ഒരു മൂവ്മെന്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ കുട്ടികളെല്ലാം അവിടെ തന്നെ ഉണ്ട്. കൃഷ്ണൻ എല്ലാരും ഇത് ബ്രഹ്മാവിന് മനസ്സിലാവുന്നില്ല എന്താണ്. പക്ഷെ കൃഷ്ണൻ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ബ്രഹ്മാവ് ഒരു മായയിലോട്ട് പോവുകയാണ്. എന്ന് വെച്ചാൽ ബ്രഹ്മാവ് ഇതിൽ കാണുന്നു കൃഷ്ണനെ എന്ന് വെച്ചാൽ കുറെ ബ്രഹ്മാവും കുറെ ശിവനും കുറെ പേര് കൃഷ്ണന്റെ നാമം ജപിച്ച് ഡാൻസും പാട്ടും ഫുള്ളാണ് കൃഷ്ണന്റെ നാമം. അപ്പം ബ്രഹ്മാവിനെ തന്നെ കണ്ടു. പക്ഷെ കുറെ തലയായിട്ട് ശിവന്മാരെ കുറെ പേരെ കണ്ടു. ഇത് കാണുമ്പോ ബ്രഹ്മാവിനൊന്നും മനസ്സിലാകുന്നില്ല. എന്നിട്ട് ബ്രഹ്മാവ് പെട്ടെന്ന് എണീക്കുകയാണ്. എന്നിട്ട് കൃഷ്ണന്റെ കാലി വന്ന് വീണ് മാപ്പി ചോദിക്കുക, ഇത് എന്റെ തെറ്റാണ്, ഞാൻ ഇനി ഒരിക്കലും ചെയ്യില്ല, പ്ലീസ് എന്റെ അടുത്ത് ക്ഷമിക്കുമോ എന്ന് പറഞ്ഞു. അപ്പൊ കൃഷ്ണൻ ക്ഷമിച്ചു. എന്നിട്ട് പറയുന്നുണ്ട് കുറെ ബ്രഹ്മാണ്ടങ്ങളുണ്ട്, ഇത് മാത്രമല്ല കുറെ യൂണിവേഴ്സസ് ഉണ്ട്, ഈ യൂണിവേഴ്സിന്റെ സൂപ്പർ സോൾ ആണ് ഞാൻ. ദാറ്റ്സ് ഇറ്റ്. ആ സ്റ്റോറിയും കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയില്ലായിരുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ബ്രഹ്മ വിമോഹന ലീല, ഇതിന്റെ ഈ ലീലയുടെ പേരാണ് ബ്രഹ്മ വിമോഹന ലീല. ഓക്കെ അല്ലേ? അങ്ങനെ കഥയുണ്ട്. അത് കഥയല്ല, അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. വിദ്യാജി വീണ്ടും വിദ്യാജി എടുത്തിട്ട് വരികയാണ്. പറഞ്ഞോളൂ. എനിക്ക് ഒരു പോയിന്റേ ഉള്ളൂ പറയാനായിട്ട്. അതായത് എനിക്കറിയാം, പറഞ്ഞോളൂ. എനിക്ക് ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ്. അപ്പൊ ഇതില് എനിക്ക് പോയിന്റ് ആയിട്ട് തോന്നിയത് ഇതാണ്: 3-fold miseries of man is of mind, body and the external disturbances. അത്
a man is actually ഒരു ലൈഫ് ടൈമിൽ a man is actually struggling to exist out of these miseries. Okay, അപ്പൊ അതിനായിട്ട് ഒത്തിരി വഴിയുണ്ട്. ലൈക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, വേറെയും കുറെ ക്യൂർ ഒക്കെ ഉണ്ട്. പക്ഷേ this will not work. This treatment is useless if it is not sanctioned by the Lord. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഭഗവാന്റെ ഒരു അനുഗ്രഹവും സാങ്ഷനും വേണം ടു ബ്രിങ് അബൌട്ട് ഈ 3 മിസറീസ് ഓഫ് ലൈഫ് ആസ് പെർ ശ്രീമദ് ഭാഗവതം. ഇന്നിപ്പോ വായിച്ചതിൽ എനിക്ക് മനസ്സിലായത് നമ്മളെ മനസ്സുകൊണ്ടുള്ള പ്രോബ്ലം, വെളിയിൽ നിന്നുള്ളവരുണ്ടാകുന്ന പ്രോബ്ലം, വെളിയിൽ നിന്നുള്ളവർ നമുക്ക് പ്രോബ്ലം തരുന്നുണ്ട്, ശാരീരികമായ പ്രോബ്ലംസ് അല്ലാതെ മാനസികമായിട്ടും തരും. അതെ, അതാണ് 3 ഫോൾഡ് മെസറീസ്. ഒന്ന് നമ്മൾ തന്നെ ചിന്തിച്ചുണ്ടാക്കുന്ന പ്രോബ്ലം, 2 വെളിയിൽ നിന്നുള്ളവർ തരുന്ന പ്രോബ്ലം, 3 ദൈവികമായ പ്രോബ്ലം, അതായത് മിസറീസ്, നാച്ചുറൽ കലാമിറ്റീസ്. ഇതാണ് 3 ഫോൾഡ് മെസറീസ്. അതൊന്ന് വെളിയിൽ വരാൻ അത്ര എളുപ്പമല്ല. മെറ്റീരിയൽ ലൈഫിൽ അത് 3 ഉണ്ടാവും എപ്പോഴും. നമ്മള് സ്പിരിച്വൽ പ്രാക്ടീസിലോട്ട് നമ്മളെ ഇന്ദ്രിയങ്ങളെ എൻഗേജ് ചെയ്താൽ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം ഒഴിവാക്കാം, നമ്മളെ ഉള്ളിൽ നിന്നുള്ള പ്രോബ്ലം. എല്ലാ പ്രോബ്ലം അതനുസരിച്ച് മാറും. പക്ഷെ കൃഷ്ണൻ പറയുന്നത് ഡിവോഷൻ സർവീസ് അങ്ങനെ പെട്ടെന്ന് ആർക്കും കൊടുക്കാറില്ല. ഇറ്റ്സ് എ വെരി റെസ്ട്രിക്റ്റഡ് സാധനമാണ് ഡിവോഷണൽ സർവീസ്. അതായത് ഇപ്പൊ മണിലാൽ പ്രഭു ഒക്കെ ചെയ്യുന്ന കണക്കുള്ള പണി, അപ്പൊ നമ്മളെ കണക്ക് വന്ന് കേൾക്കുന്നതല്ല ഡിവോഷണൽ സർവീസ്. ഡിവോഷണൽ സർവീസ് അവർ ചെയ്യുന്നതാണ്. അതങ്ങനെ എല്ലാവർക്കും തോന്നൂല, അങ്ങനെ നടത്താൻ പറ്റൂല. വളരെ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ. ഡിവോഷണൽ സർവീസിൽ വരുമ്പോഴേ നമ്മള് അപ്പൊ ഇൻ എഫക്ട് ദേ ആർ ബൈയിങ് കൃഷ്ണ. കൃഷ്ണ അവരുടെ ഇതിലാണ്. അവർ ശരിക്കും പറയുന്നത് എങ്ങനെയാണ്, കൃഷ്ണാവബോധം ഈ ആർക്കെങ്കിലും കൊടുത്താൽ കൃഷ്ണ ഈസ് സെല്ലിങ് ടു ദാറ്റ് പേഴ്സൺ, കൃഷ്ണനെ തന്നെ. ആ രീതിയിലാണ്. അങ്ങനെ വളരെ റെയറായിട്ട് ആളുകൾക്ക് ഡിവോഷൻ സർവീസ് കിട്ടും. ബാക്കിയൊക്കെ കിട്ടും. മെറ്റീരിയൽ ഭഗവാൻ പൈസയൊക്കെ തരും, അസുഖമൊക്കെ മാറ്റും, അതൊക്കെ ചെയ്യും. പക്ഷെ ഡിവോഷൻ സർവീസ് വളരെ റെയറായിട്ടേ കൊടുക്കാറുള്ളൂ. ഇറ്റ്സ് എ വെരി വെരി റെയർ. അതായത് നമുക്ക് ഇത് ചെയ്യണമെന്ന് തോന്നിയിട്ടാണല്ലോ ഇത് ചെയ്തുകൊണ്ട് നടക്കുന്നത്. അവരതിൽ സന്തോഷിക്കുന്നു. അത് ചെയ്യുന്നത് എല്ലാവരും സന്തോഷത്തിന് വേണ്ടിയാണ് നടക്കുന്നത്, ഓരോന്ന് ചെയ്യുന്നത്. അവർക്കത് സന്തോഷമായി മാറുക. ആ സിറ്റുവേഷൻ വരുന്നിടത്ത് വേണം സർവീസ് ഇല്ല. ശരി, നമ്മളിപ്പോ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതും അവർക്ക് സന്തോഷം തന്നെ. അപ്പൊ ആ സന്തോഷം അവരത് ചെയ്യുന്നത് സന്തോഷമായി വരുന്നത് വരെ ഡിവോഷണൽ സർവീസ് ആവുന്നില്ല. പിന്നെ ഈ സെൻസസിനെ നമ്മൾ ഈ ഭക്തി സേവനം വെച്ച് കൺട്രോൾ ചെയ്ത് വെളിയിൽ വന്നില്ലെങ്കിൽ അവസാനം മരിക്കാൻ സമയമാകുമ്പം ആഗ്രഹങ്ങൾ ബാക്കി നിൽക്കും. പ്രകൃതി നമ്മളെ നിന്ന് എടുക്കുന്നതിന് മുമ്പേ നമ്മളത് കളയണം. എന്തായാലും കഴിക്കാനുള്ള ആഗ്രഹമായാലും മറ്റ് റിലേഷനിലുള്ള ആഗ്രഹമായാലും എല്ലാം നമ്മൾ അതിന് മുമ്പേ കളഞ്ഞില്ലെങ്കിൽ നമ്മൾ ദുഃഖിച്ചുകൊണ്ടായിരിക്കും മരിക്കുന്നത്. അപ്പം മൃത്യോമ അമൃതം ഗമേ ആവില്ല. അതാവാതെ മരിച്ചാൽ പിന്നും വരേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പൊ അതിനു മുമ്പേ നാമം ജപിച്ച് പതുക്കെ 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 ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്ത് നമ്മൾ വിരക്തി നേടണം. മരിക്കുന്ന എപ്പോഴും അറിഞ്ഞും കൂടാ. സോ ഭയങ്കര ചലഞ്ചിങ് ആണ്. അതിനുള്ള ഒരു നാമജപം നമ്മൾ അറിയാതെ തന്നെ നമുക്ക് കുറേശ്ശെ മനസ്സിന്റെ കൺട്രോൾ കിട്ടും, കൂടുതൽ കൊണ്ടുവരും. അതുകൊണ്ടാണ് സാധാരണ ആളുകൾക്ക് നാമജപം ഏറ്റവും എളുപ്പമായിരിക്കും എന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ ആളുകൾക്ക്, സാധാരണ ആളുകൾക്ക്. അഷ്ടാംഗയോഗത്തിനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട്, ക്രിയകളുണ്ട് ഒരുപാട് മാർക്കറ്റിൽ. പക്ഷെ അതൊന്നും ചെയ്ത് ആരും അഷ്ടാംഗയോഗി ആവുന്നില്ല എന്നുള്ളൊരു ദുഃഖ സത്യമുണ്ട്. കൃത്യം, ആരും ആവുന്നില്ല. ഗുരുക്കന്മാര് അവര് ജന്മന തന്നെ അവർക്ക് ആ ഒരു ഗിഫ്റ്റഡ് ലൈഫായിരിക്കും അഷ്ടാംഗയോഗി ആവാനുള്ള. നമുക്ക് മൂലാധാരത്തിൽ തന്നെ കിടക്കുകയാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ഭഗവാനോടുള്ള സ്നേഹത്തിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അതിനാണ് ഭഗവാൻ അങ്ങനെ ഒരു ഡ്രാമ ഇവിടെ വന്ന് നടത്തിയത്. അതാണ് കഥ പറഞ്ഞു തീരുന്നില്ലല്ലോ ഭഗവാന്റെ. സോ ദാറ്റ് ഈസ് ദ ഹോൾ തിങ്. മൃത്യോമ അമൃതം ഗമയ എന്നുള്ള ഒരു സിസ്റ്റം, മോക്ഷം. അല്ലാതെ മോക്ഷം പോസിബിൾ അല്ല. നമുക്ക് ആഗ്രഹങ്ങൾ ബാക്കി തന്നാൽ നമ്മൾ ഈ എനർജി തിരിച്ചു വരും.
അതാണ് ഇതിനകത്തുള്ള ഒരു ഹോൾ പ്രോഗ്രാം. ഭക്തിയുത സേവനം റെയറാണ്. അതിനുവേണ്ടി ആഗ്രഹം ഡെവലപ്പ് ചെയ്ത് ആളുകൾ അതിലോട്ട് വന്നാൽ ഈ ഭക്തിയുത സേവനം എന്ന് പറയുന്നത് വലിയ ആളാവാൻ വേണ്ടി വരുന്നവരും ഉണ്ട് മാർക്കറ്റിൽ. അതും വളരെ പ്രശ്നമാണ്. അവർക്ക് ഈ ആളുകൾ അതല്ല ഭക്തിയുത സേവനം. ഈ ഒരു ആഗ്രഹം ഇങ്ങനെ അവർ ഡിസ്റ്റർബ്ഡ് ആണ് അവർ ചെയ്തില്ലെങ്കിൽ. അങ്ങനെയുള്ളവരുണ്ട്. അവർ വലിയ പ്രിപ്പയർ ഒന്നും ആയിരിക്കില്ല വരുന്നത്, പക്ഷെ അവർക്ക് അത് അവരിങ്ങനെ ചെയ്തുകൊണ്ട് പോകും. അത് ഭക്തി, അത് സന്തോഷമായിട്ട് മാറണം അവർക്ക് ചെയ്യുന്നത്. അത് റെയറാണെന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ്. അത് എല്ലാവർക്കും കൊടുക്കൂല. പൈസ കൊടുക്കും, ഹെൽത്ത് കൊടുക്കും, അങ്ങനെയൊക്കെ കൊടുക്കും. അതൊക്കെ ഭഗവാൻ ഭയങ്കര ലിബറലാണ്. പക്ഷെ ഇത് വെരി റെയർ, എളുപ്പം കിട്ടില്ല, പാടാണ്. ഇങ്ങനെയാണ്. ഞാനതിനു വേണ്ടി കേട്ടപ്പം, ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ടിരുന്നതാണ്. കഴിഞ്ഞ ആഴ്ച വേറൊരു സബ്ജക്റ്റിലോട്ട് നമ്മൾ നീണ്ടു പോയതുകൊണ്ട് ഇത് പറയാൻ പറ്റിയില്ല. നിയന്ത്രണം പറ്റും, ഗ്രാജുവലി പറ്റേണ്ടതാണ്. അത് പറ്റുക തന്നെയാണ് ഇതിന്റെ മാർഗം. അല്ലാതെ ഇതിന് അത് പറ്റും, ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പറ്റുക. അതിൽ തെറ്റില്ല. മനസ്സിന്റെ പുറകിൽ എപ്പോഴും ഒരു ഇത് വേണം, ഇത് നമുക്ക് ഒഴിവാക്കണം എന്നുള്ളത്. അത് ടൈം വരുമ്പോ വന്നോളൂ. അപ്പൊ ആരെങ്കിലും നമ്മൾ ആ പോയിന്റിൽ എത്തുമ്പോ ആരെങ്കിലും ഒക്കെ വന്ന് പറയും, ഇതൊന്നും വെളിയിൽ വരാറായില്ലേ എന്നൊക്കെ ചോദിക്കും. അത് ഭഗവാനായിരിക്കും ചോദിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കാല്ലേ, വേണ്ട ഇനിയിപ്പം നമുക്കിതങ്ങ് മതിയാക്കാം. അപ്പം എളുപ്പമാവും, അപ്പൊ നടക്കും. വിരക്തി തന്നെയാണ് പ്രധാന പ്രശ്നം. വിരക്തി ഉണ്ടാക്കുക. വിരക്തി എന്നും കൊണ്ടിരിക്കണ്ട, ഇത് ചെയ്തുകൊണ്ട് പോയാൽ മതി. അത് നടക്കൂല. ഇരുന്നൊന്നും കൊണ്ട് വിരക്തി പറ്റൂല, അത് വലിയ പ്രശ്നമാവും. ഇത് ചെയ്തുകൊണ്ട് പോയാൽ മതി. മനസ്സിലിങ്ങനെ കേൾക്കുമല്ലോ, ഹരകൃഷ്ണകാരൊക്കെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതൊന്നും ശരിയല്ല, അതൊന്നും ശരിയല്ല. അപ്പം എപ്പോഴെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പറ്റുന്നില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പറ്റും. നിരാശരാവേണ്ട കാര്യമേ ഇല്ല. ഇന്നല്ലെങ്കിൽ നാളെ പറ്റിയിരിക്കും. അത് ഉറപ്പാണ്. കണ്ടിന്യൂ ചെയ്ത് പോയാൽ സാധിക്കും. സന്തോഷമായിട്ട് വെളിയിൽ വരാൻ പറ്റും. അതാണല്ലോ മെയിൻ ഇഷ്യൂ. എൻജോയ് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അതാണ് യയാതി പുരരവസ് കഥ പറഞ്ഞിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. യയാതി 1000 വർഷം എടുത്ത് എൻജോയ് ചെയ്യാനായിട്ട് പോയി മകന്റെ കയ്യിൽ നിന്ന്. എന്നിട്ടും അയാൾക്ക് 1000ന്റെ അവസാനം അയാൾക്ക് വീണ്ടും ഹാപ്പി അല്ല അയാള്. അപ്പൊ അയാൾക്ക് മനസ്സിലായി, ഇത് എൻജോയ് ചെയ്ത് തീർക്കാൻ പറ്റൂല, ഇത് വേറെന്തോ പ്രോസസ്സിലൂടെ നിർത്താൻ പറ്റുള്ളൂ. അതാണ് യയാതി പുരരവസ് കഥ. ആ എക്സാമ്പിൾ അതിനാണ്. ഇത് തീർക്കാൻ പറ്റില്ല. അങ്ങനെ അടിച്ചു പൊളിയോടുള്ള ഇൻട്രസ്റ്റ് തീർക്കാൻ പറ്റൂല. ഹരേ കൃഷ്ണ. The story of Yayadi and Purushas വായിച്ചു നോക്കൂ, റെഫർ ചെയ്തേരാം. ഓക്കെ, യയാതി പുരരവസ്. ഹരേ കൃഷ്ണ. യയാതി പുരരവസ്. യയാതി പുരരവസ്. അതിവിടെ കേരളത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ, ഇത് യയാതി പുരരവസ്. അധികാരത്തോടെ ഇടയ്ക്ക് ബാലകൃഷ്ണ പിള്ളയുടെ കാര്യത്തിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അത് വളരെ കോമൺ ആണ് ഇവിടെ, വളരെ പോപ്പുലർ സ്റ്റോറിയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് വൈൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. പറഞ്ഞോളൂ അങ്കിൾ. ഡേജാവു എന്ന് വെച്ചാൽ ഇപ്പം ഒരു കാര്യം പ്രസന്റിൽ നടക്കുന്ന കാര്യം നമുക്ക് പാസ്റ്റിൽ നടന്നെന്ന് പറഞ്ഞിട്ട് തോന്നില്ലേ, അതൊരു സെൻസേഷൻ ആണ്. ആ ഡേജാവു എന്താന്ന് വെച്ചാൽ ഈ കാര്യം നമ്മുടെ നെക്സ്റ്റ് പാരലൽ യൂണിവേഴ്സിലെ നമുക്ക് നടന്നിട്ടുണ്ട്. ദാറ്റ്സ് ദ റീസൺ വി ഗെറ്റ് ദ ഡേജാവു ഇൻ ദിസ് യൂണിവേഴ്സ്. അതൊരു പോയിന്റ് ആണ് ഡേജാവു, കാരണം അതൊരു പ്രൂഫ് ആണ് വൈ മൾട്ടിവേഴ്സ് ഈസ് എക്സിസ്റ്റിംഗ്. എവല്യൂഷൻ തിയറി. ഹരേ കൃഷ്ണ. ഏകം താങ്ക് യു നിവേദ്. ഏകം ശാസ്ത്രം
ശിവമാതാജി ഏകം ശാസ്ത്രം. അന്നോടെ ചൊല്ലിക്കോളൂ. ഏകം ശാസ്ത്രം ദേവകീ പുത്രഗീതം ഏകോ ദേവോ ദേവോ ഏകം ഏകോ ദേവോ ദേവ പുത്ര ഏകം ഏകോ അന്തസ്തസ്യ നാമാനി യാനി കർമാണി ദേവകീ ത്വമേവ മാതാ പിതാ ത്വമേവ വിദ്യാദീനം ത്വമേവം സർവം മമ ദേവദേവ. ലാസ്റ്റ് പേജ്. ഹരേ പരമാത്മനെ പ്രണവക്ലേശനാശായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. നമോ നമഃ. വസുദേവസുതം ദേവം കംസചാനൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു. കാർത്യായണി മഹാമായേ മഹായോഗി അധീശ്വരി നന്ദഗോപസുതം ദേവം ദേവി കുരുദേ നമഃ. ശ്രീകൃഷ്ണം ശരണം മമ ദാസോഹം കൃഷ്ണം തപസ്മി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സമസ്ത ലോകത്തിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓക്കെ.